राधा जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवराधारी जय गोपी जन वल्लभा जय गिरिवराधारी यशोदनंदन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीरा वनचारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल ഹരേ കൃഷ്ണ ഭഗവാന്റെ കൃപയാലും ഗുരുവിന്റെ കൃപയാലും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ന് സംസാരിക്കാനായിട്ട് ചാൻസ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കാൻഡോ നാം ഖണ്ഡത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം. കുന്തി ദേവിയുടെ പ്രാർത്ഥനയിലുള്ള ഒരു ശ്ലോകമാണിത്. ഇത് ആക്ച്വലി കുന്തി ദേവിയുടെ നോളേജ് എന്തുമാത്രം ഉണ്ട് എന്ന് പറയുന്നത് പ്രഭുപാദിന്റെ ഒരു ലെക്ചറിൽ പ്രഭുപാദിന്റെ ഈ ഭാവാർത്ഥം പർപ്പട്ട് പ്രഭുപാദ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആ ലെക്ചറിൽ പ്രഭുപാദ് ഭയങ്കര അധികം വളരെ സീരിയസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ മെറ്റീരിയൽ വേൾഡിലുള്ള സയൻസ് ബാക്കിയുള്ളതിനെല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് കിട്ടാൻ ആക്ച്വലി തലയിൽ കൊട്ടുകൊടുക്കുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് കുന്തി മഹാറാണി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതെന്ന് നമുക്ക് എന്ത് പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ഈ 8 മണിക്കുള്ള ഭാഗവതം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് നമുക്ക് എന്ത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇപ്പൊ നമ്മള് ഭാഗവതം പഠിച്ചു തുടങ്ങി ഫസ്റ്റ് കാൻഡോ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രഭുപാദ് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതില് ഒരു കാര്യം എപ്പോഴാണോ സുഖദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, എപ്പോഴാണോ ഒരാള് ശ്രീമദ് ഭാഗവതം കേൾക്കണം ആഗ്രഹമുണ്ട് അല്ലെ കേൾക്കാനായിട്ട് നമ്മൾ റെഡിയായി നമ്മുടെ ചെവികൾ റെഡിയായി ഓർത്ത് വെക്കുന്നത്, ആ സമയത്ത് തന്നെ സാക്ഷാൽ ഭഗവാൻ നമ്മുടെ ഹൃദയം എന്നല്ല പറയുന്നത്, ഹൃദയ കമലങ്ങളിൽ ഭഗവാൻ അപ്പോഴേ വന്നിട്ട് ഉപസ്ഥിതനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 മണി മുതൽ 8:45 വരെ എല്ലാവരുടെ ഹൃദയവും നമ്മൾ മാറ്റി വെച്ചേക്കുക, ഭഗവാൻ ഇരിക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കുക. പ്രത്യേകിച്ച് ഇന്ന് കുന്തി മഹാറാണിയുടെ പ്രെയറാണ്. ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ഡിവോട്ടിയാണ്. അപ്പം കുന്തി മഹാറാണി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, പ്രേസ് ചെയ്യുന്ന, പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഉറപ്പായിട്ടും ഭഗവാനും 33 കോടി ദേവഗണങ്ങളും
8 മണി മുതൽ 8:45 റെഡിയായി ഇരിപ്പുണ്ട്. നമുക്ക് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഡെഫിനറ്റ്ലി ഇല്ലായിരിക്കും. ചിലപ്പോഴെന്നല്ല, ഇല്ല, അതാണ് സത്യം. പക്ഷേ ആചാര്യന്മാർ ഗുരുശിഷ്യ പരമ്പര വരുന്നത് കൊണ്ടും ഗുരുക്കന്മാരും ശ്രീല പ്രഭുപാദും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി 33 ദേവഗണങ്ങളും എല്ലാവരും ഭഗവാന്റെ കാര്യം കേൾക്കാനായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ഹൃദയകമലങ്ങളെ ഭഗവാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ ഭാഗവതം പഠിച്ച് തുടങ്ങുമ്പോൾ ഭാഗവതം ആദ്യം ഇത് മനസ്സിലാക്കാനും നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓം നമോ ഭഗവതേ വാസുദേവായ 3 തവണ പറയുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവട്ടെ, നമ്മുടെ ബുദ്ധിയിലിരിക്കട്ടെ. ബുദ്ധിയിൽ ഇരുന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെ പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോഴെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം വന്ദേ പ്രമാനന്ദമാൻ. ശ്ലോകം അധ്യായം ഫസ്റ്റ് ക്യാൻഡോ 8ാമത്തെ ചാപ്റ്റർ അധ്യായം 8 34ാമത്തെ ശ്ലോകം. ഭാരാവതാരണായനേ ഭുവോ നവ ഇവോ ദദോ സീതന്യ ഭൂരിവാരേണ ജാതോ ഹി ആത്മഭുവാർത്തിതഃ. ഭാരാവതാരണായനേ ഭുവോ നവ ഇവോ ദദോ സീതന്യ ഭൂരിവാരേണ ജാതോ ഹി ആത്മഭുവാർത്തിതഃ. ഭാരാവതാരണായനേ ഭുവോ നവ ഇവോ ദദോ സീതന്യ ഭൂരിവാരേണ ജാതോ ഹി ആത്മഭുവാർത്തിതഃ. ഭാരാവതാരണായനേ ഭുവോ നവ ഇവോ ദദോ സീതന്യ ഭൂരിവാരേണ ജാതോ ഹി ആത്മഭുവാർത്തിതഃ. വേർഡ് ബൈ മീനിങ് വായിക്കാം. ഭാരാവതാരണായ ലോകഭാരം കുറയ്ക്കാനായി മാത്രം, അന്യേ മറ്റുള്ളവർ, ഭുവ ഭുവനത്തിന്റെ, നാവഹ വഞ്ചി, ഇവ പോലെ, ഉദധൗ സാഗരത്തിൽ, ശീതന്ത്യ ദുഃഖിപ്പിക്കുന്നു, ഭൂരി അതിതീവ്രമായി, ഭാരേണ ഭാരത്താൽ, ജാത അങ്ങ് ജനിക്കുകയുണ്ടായി, ഹി നിശ്ചയമായും, ആത്മഭുവ ബ്രഹ്മദേവനാൽ, അത്യധ്യ വേണ്ടി പ്രവർത്തിക്കാൻ. പ്രഭാതിക്ക് ജയ്. ഭൂമിദേവി എപ്പോൾ അമിതഭാരത്താൽ വേദനിക്കുന്നുവോ അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ദേവിയുടെ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ അവതരിക്കുന്നതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഭാവാർത്ഥം ശിലപ്രഭാതിക്ക് ജയ്. സൃഷ്ടിക്ക് തൊട്ടു മുമ്പ് ആവിർഭവിച്ച ബ്രഹ്മാവ് നാരായണന്റെ പ്രത്യക്ഷപുത്രനാകുന്നു. നാരായണൻ ഗർഭോദകശായി വിഷ്ണു രൂപത്തിൽ ആദ്യം ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. ആത്മീയ സമ്പർക്കമില്ലാതെ ദ്രവ്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ തത്വമാണ് ആവർത്തിക്കുന്നത്. പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും പ്രഥമ ജീവസൃഷ്ടിയായ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയനാഭിയിൽ നിന്നും പൊന്തിവന്ന അംബുജത്തിൽ ജാതനാകുകയും ചെയ്തു. ആകയാൽ വിഷ്ണു പത്മനാഭൻ എന്നറിയപ്പെടുന്നു. ലക്ഷ്മീദേവിയുമായി സന്ധിക്കാതെ തന്നെ പിതാവിൽ നിന്ന് നേരിട്ട് ജന്മമെടുക്കാൻ ബ്രഹ്മദേവൻ ആത്മഭു എന്നറിയപ്പെടുന്നു.
ലക്ഷ്മി ദേവി ലക്ഷ്മി ലക്ഷ്മി ദേവി ഭഗവാൻ നാരായണന്റെ സമീപത്തു തന്നെ സദാ ഉപവിഷ്ടയാണെങ്കിൽ തന്നെയും ലക്ഷ്മി ദേവിയുമായി സന്ധിക്കാതെ തന്നെ നാരായണ ഭഗവാൻ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. ഭഗവാന്റെ അനന്ത ശക്തിക്ക് ദൃഷ്ടാന്തമാണത്. മറ്റ് ജീവാത്മാക്കളെ പോലെ ഭഗവാൻ നാരായണനെയും സാധാരണ ജീവാത്മായ കരുതുന്ന മൂഢന്മാർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതാകുന്നു. നാരായണൻ സാധാരണ ജീവാത്മാവല്ല. അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ അതീന്ദ്ര ശരീരത്തിൽ സർവഭാഗത്തുമുണ്ട്. ഒരു സാധാരണ ജീവാത്മാവ് പൈതങ്ങളെ ജനിപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാകുന്നു. ഒരാളുടെ ശരീരം രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിക്കുന്ന വിധത്തിലല്ലാതെ ശിശുവിനെ ജനിപ്പിക്കുന്നതിന് വേറെ യാതൊരു മാർഗവുമില്ല. എന്നാൽ നാരായണൻ അനന്ത ശക്തിമാനാകിയാൽ യാതൊരു ശക്തിയുടെയും നിയന്ത്രണത്തിന് വിധേയനല്ല. അദ്ദേഹത്തിന്റെ അനേക വിധങ്ങളായ ശക്തിയാൽ എന്തും ഏതും അനായാസേന പൂർണ്ണമായും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ആകയാൽ ബ്രഹ്മാവ് മാതൃഗർഭത്തിൽ എറിയപ്പെടാതെ പിതാവായ ഭഗവാൻ നാരായണന്റെ നേരിട്ടുള്ള പ്രത്യക്ഷ പുത്രനാകുന്നു. ആകയാൽ അദ്ദേഹം ആത്മഭൂ എന്നറിയപ്പെടുന്നു. വിശ്വപ്രപഞ്ചത്തിന്റെ മറ്റ് സമസ്ത സൃഷ്ടികളെയും നേതൃത്വം വഹിക്കുന്നത് ബ്രഹ്മദേവനാകുന്നു. അനന്തശക്തിയാൽ സമസ്ത സൃഷ്ടികളെയും അദ്ദേഹം രണ്ടാമതായി പ്രതിഫലിപ്പിച്ചു. പ്രപഞ്ചത്തിന്റെ പ്രഭവമണ്ഡലത്തിനുള്ളിൽ പരമാത്മാവിന്റെ പരമമായ ഭാഗമായ ക്ഷീരോദകശായ വിഷ്ണുവിന്റെ ധാമം എന്നറിയപ്പെടുന്ന ശ്വേതദ്വീപ് സ്ഥിതി ചെയ്യുന്നു. ദേവന്മാരാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമുണ്ടാകുമ്പോൾ അവർ പ്രശ്ന പരിഹാരത്തിനായി ബ്രഹ്മദേവനെ സമീപിക്കുന്നു. എന്നാൽ ബ്രഹ്മദേവനെ കൊണ്ടുപോലും പരിഹരിക്കാൻ അസാധ്യമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ബ്രഹ്മദേവൻ പ്രശ്നപരിഹാരത്തിനായി ക്ഷീരോദകശായ വിഷ്ണുവിനെ സമീപിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കംസനാലും മറ്റുള്ളവരാലും ഭൂമി ഭരിക്കപ്പെടുമ്പോൾ അസുരന്മാരുടെ അധർമ്മത്താൽ ഭൂമി അധികഭാരമുള്ളതാകുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരോടൊപ്പം ക്ഷീരോദക സാഗരത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയും അപ്പോൾ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ കൃഷ്ണൻ അവതരിക്കുമെന്ന് അവർക്ക് സന്ദേശം ലഭിക്കുകയും ചെയ്തു. ആകയാൽ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന മൂലമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഓം അജ്ഞാനനിബിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകേന ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സത്യം യേന ഭൂതലേ സ്വയം ഗുരുഭഗവാമഹ്യം ദദാതി സുപദാന്തിം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുവൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപ്രദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിത हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांता नमस्तुते सप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः प्रजापतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय हरे कृष्णा। നോർമലി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് സമ്മറി പറയുകയല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വിവരണത്തിൽ ട്രാൻസ്ലേഷനിൽ പ്രഭുപാദ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിദേവി എപ്പോൾ അമിതഭാരത്താൽ വേദനിക്കുന്നുവോ അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരം ദേവിയുടെ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ അവതരിച്ചതെന്ന് മറ്റുള്ളവർ പറയപ്പെടുന്നു. ഇതിൽ ഒരു വേർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഒരെണ്ണം ഇന്ന് സ്ട്രെസ് ചെയ്ത് നമുക്ക് നോക്കാം. അമിതഭാരത്താൽ എന്ന് പറയാനുണ്ട്. ഭൂമിദേവി അമിതഭാരത്താൽ, അതിന് ഈ ഭാവാർത്ഥം നോക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വരാം.
അപ്പം ഭൂമിദേവിക്ക് എപ്പോഴാണോ അമിതഭാരം ഉണ്ടായത് ആ സമയത്ത് ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഭൂമിദേവിയുടെ കഷ്ടത ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചതെന്ന് പറയും. പ്രഭാത ലെക്ചറിൽ പ്രഭാത് പറയാറുണ്ട്, ഇതാ ഹി ധർമ്മസ്യ, ആ ശ്ലോകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ ഭക്തന്മാർക്ക് കഷ്ടത, ഭൂമിദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ വളരെ വലിയ ഭക്തയാണ്, ആ ഭൂമിദേവിയുടെ കഷ്ടത ഉള്ള സമയത്ത് ഭഗവാൻ അവതരിക്കുകയും ആ കഷ്ടത മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. സാധുക്കളെ സംരക്ഷിക്കാനും വൈഷ്ണവരെ, ഭക്തരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോ ഇതിങ്ങനെ ഇവിടെ പറയാനുണ്ട്. അപ്പൊ ഭാവാർത്ഥത്തില് പ്രഭാത് കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. സൃഷ്ടിക്ക് തൊട്ടു മുമ്പ് ആവിർഭവിച്ച ബ്രഹ്മാവ് നാരായണന്റെ പ്രത്യക്ഷപുത്രനാകുന്നു. അതായത് സൃഷ്ടി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ, ബ്രഹ്മാവ് ജനിക്കുന്നതും ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നുള്ള താമരയിലാണ് ജനിക്കുന്നതെന്നും, അപ്പോ അദ്ദേഹം നാരായണന്റെ പ്രത്യക്ഷപുത്രനാകും, അത് ഡയറക്റ്റ് ഭഗവാന്റെ പുത്രനാകുന്നു. നാരായണൻ ഗർഭോദകശായ വിഷ്ണു രൂപത്തിൽ ആദ്യം ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. ആത്മീയ സമ്പർക്കമില്ലാതെ ദ്രവ്യം സൃഷ്ടിക്കുന്നില്ല. ഈ ഒരു പോയിന്റ് പ്രഭാത് വളരെ സീരിയസ് ആയിട്ട് പ്രഭാത് ലെക്ചറിൽ പറയുന്നുണ്ട്. അത് സ്പിരിറ്റിന്റെ ആത്മീയ സമ്പർക്കം, സ്പിരിറ്റിന്റെ കണക്ഷൻ ഇല്ലാതെ എന്താണ് ഒന്നും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല, ഒരു ക്രിയേഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ദ്രവ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് പ്രഭാത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. സയന്റിസ്റ്റുകൾ ഇനി എന്തൊക്കെ ചെയ്താലും തന്നെ ഒരു സ്പിരിറ്റ് കണക്ഷൻ ഇല്ലാതെ അവിടെ ഒരു ജീവനുള്ളത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല എന്നാണ് പ്രഭാത് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ തത്വമാണ് അനുവർത്തിക്കുന്നത്. പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. പ്രഥമ ജീവസൃഷ്ടിയായ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രാഭിയിൽ നിന്ന് പൊന്തി വന്ന അമൃതത്തിൽ ജാതനാകുകയും ചെയ്തു. അപ്പം ഈ നേരത്തെ പറഞ്ഞത് സ്പിരിറ്റിന്റെ, സൂപ്പർ സോളിന്റെ ഒരു ടച്ച് ഇല്ലാതെ ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പിളാണ് കംപ്ലീറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നാരായണൻ ഗർഭോദകശായ വിഷ്ണുവായിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എൻ്റർ വരികയും അവിടെ നിന്നിട്ടാണ് എന്താണ് ഫസ്റ്റ് ക്രിയേഷൻ ആയിട്ടുള്ള ബ്രഹ്മാവ് വരുന്നത്. ഈ പ്രിൻസിപ്പിളാണ് എല്ലാത്തിലും ഉള്ളത്. ഇപ്പൊ ഈ ഭൗതിക ലോകത്തിൽ എല്ലായിടത്തും എടുത്താലും ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, അതിന് മാറ്റമില്ല. പിന്നെന്താണ്, അതുകൊണ്ട് എന്താണ് ആകയാൽ വിഷ്ണു അല്ലെങ്കിൽ പത്മനാഭൻ എന്നറിയപ്പെടുന്നു. ഭഗവാൻ എന്ന് പത്മനാഭൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ നാഭിയിൽ നിന്നിട്ടാണ് താമര വരികയും താമരയിൽ നിന്ന് ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പത്മനാഭൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മുടെ പത്മനാഭ സ്വാമി. നമുക്ക് അങ്ങനെ ഒരു തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ലക്ഷ്മി ദേവിയുമായി സമ്പർക്കമില്ലാതെ തന്നെ പിതാവിൽ നിന്ന് നേരിട്ട് ജന്മമെടുക്കിയാൽ ബ്രഹ്മദേവൻ ആത്മഭൂ എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ശ്ലോകത്തില് എന്താണ് ജാതോഹി ആത്മ ഭൂവാർത്തിത എന്ന് പറയുന്നത്. അപ്പൊ ആത്മഭൂ എന്ന് പറയുന്നത് വേറെ ഒരു കണക്ഷൻ ഇല്ലാതെ തന്നെ ലക്ഷ്മി ദേവിയുമായിട്ട് സമ്പർക്കമില്ലാതെയാണ് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഭഗവാൻ ആർക്ക് ജന്മം കൊടുക്കുകയാണ് ചെയ്തത്? ബ്രഹ്മാവിന് ജന്മം കൊടുക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ അനന്ത ശക്തിക്ക് ദൃഷ്ടാന്തമാണിത്. നമ്മൾ ഇംഗ്ലീഷിൽ ഒമ്നിപൊട്ടന്റ് എന്ന് പറയും. അത് പ്രഭാത് വളരെ കുറേ തവണ എടുത്തു പറയും, ഭഗവാന്റെ ഒമ്നിപൊട്ടന്റ്, അതായത് ഭഗവാൻ അനന്ത ശക്തി എന്തുമാത്രമാണെന്നുള്ളത് പ്രഭാത് ലെക്ചറിൽ കുറേശ്ശെ പറയാനുണ്ട്. അപ്പം ഡിസ്കസ് ചെയ്യാം. മറ്റ് ജീവാത്മകളെ പോലെ ഭഗവാൻ നാരായണനെയും സാധാരണ ജീവാത്മായോ കരുതുന്നത് മൂടന്മാർ ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കേണ്ടതാണ്. നാരായണൻ സാധാരണ ജീവാത്മാവല്ല, അദ്ദേഹം പരമദിവ്യത്വ പുരുഷനാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തിൽ സർവഭാഗത്തുമുണ്ട്. നമ്മൾ ഭഗവാനെ സാധാരണ ഒരു ജീവാത്മാവായിട്ട് ഒരിക്കലും കാണരുത്. ഡിവോട്ടീസിന് എല്ലാവർക്കും അറിയാം, പക്ഷെ സാധാരണ ആളുകള്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ഭഗവാനെ എന്തെല്ലാം മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ എന്ന് പറയുന്നപ്പോ സ്ത്രീ, പുരുഷൻ, ആൺ, പെൺ, ഒരു ഓപ്പോസിറ്റ് സെക്സ്, ആ ഒരു റിലേഷൻ മാത്രമാണ് അവരുടെ മൈൻഡിലുള്ളത്. ഇവിടെ പ്രഭാത് അതെല്ലാം തച്ചുടച്ചും കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള മൂഢന്മാരെന്നാണ് പറയുന്നത്, വിഡ്ഢികൾ എന്നാണ് പറയുന്നത്, മൂഢന്മാർ.
അവർക്ക് ബുദ്ധിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, അവരത് മനസ്സിലാക്കണം. കാര്യം ബ്രഹ്മാവിന് എങ്ങനെയാണ് ഭഗവാൻ ജന്മം കൊടുത്തത്? ലക്ഷ്മി ദേവി അടുത്തിരുന്നിട്ട് ലക്ഷ്മി ദേവിയുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഭഗവാൻ ജന്മം കൊടുക്കുകയാണ് ചെയ്തത് ബ്രഹ്മാവിന്. അപ്പം അത് മാത്രമല്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാരായണൻ സാധാരണ ജീവാത്മാവല്ല, അദ്ദേഹം പരമദിവ്യത്വം പുരുഷനാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തിൽ സർവ്വഭാഗത്തുമുണ്ട്. ഇന്നലെ ജയപ്രകാശ് സ്വാമി മഹാരാജിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ജയപ്രകാശ് സ്വാമി മഹാരാജ് അതിൽ പറയുന്നുണ്ട്, പ്രഭുപാദ് പറഞ്ഞു പോയിട്ടാണ്, പ്രഭുപാദിന്റെ ക്ലാസ്സിലും അത് കേട്ടായിരുന്നു. അദ്ദേഹം പറയാനുണ്ട്, നമ്മൾ സാധാരണ ഒരു ജീവാത്മാവായിട്ട് ഭഗവാനെ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഭഗവാനെ നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് അത് എന്താണ്, അത് കണ്ണുകൊണ്ട് സ്വീകരിക്കാം. ഭഗവാന്റെ കൈ കൊണ്ട് ഭഗവാന് നമ്മൾ ഓഫർ ചെയ്യുന്ന സാധനം സ്വീകരിക്കാം. കണ്ണുകൊണ്ട് ഭഗവാൻ നോക്കിയാൽ മതി, ഭഗവാനെ സ്വീകരിക്കും. ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എന്താണ് മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ എല്ലാ ശരീരത്തിന്റെ സർവ്വഭാഗത്തുമുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ എന്തുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഭാര്യ എടുത്ത് പുണരുന്ന പോലെ തന്നെയാണ്. ഭഗവാൻ നോക്കിയാൽ മതി, ഭഗവാൻ ചിന്തിച്ചാൽ മതി. അതാണ് ഈ ഒമ്നിപൊട്ടൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഈ അതീന്ദ്രിയമായ ശക്തി അത്രയ്ക്കുണ്ട്. അത് നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. അനന്തന് തന്നെ ഭഗവാന്റെ 1000 നാവുള്ള അനന്തൻ വന്നിട്ട് എത്രയോ ലക്ഷം കോടിക്കണക്കിന് വർഷം ഭഗവാനെ പ്രകീർത്തിച്ചിട്ടും തീരുന്നില്ല. അത്രയ്ക്കാണ്. നമുക്കൊന്നും ആക്കിയില്ല, നമ്മളൊന്നും അത്രയ്ക്കും വളർന്നിട്ടില്ല, നമുക്കൊന്നും അത്രയ്ക്കും മനസ്സിലാവില്ല ഭഗവാനെ. നമ്മൾ ചെയ്യേണ്ടത് ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ പ്രഭാത് പറഞ്ഞു തരുന്നത്, ആചാര്യന്മാര് പറഞ്ഞു തരുന്നത്, ഗുരുക്കന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അവരവരുടെ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് അതുപോലെ ഫോളോ ചെയ്യുക. അവിടെ വേറെ ക്വസ്റ്റ്യൻ ഇല്ലാതെ അങ്ങനെ ഫോളോ ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തനിയെ മാറി വന്നോളും. ഓക്കെ. ഒരു സാധാരണ ജീവാത്മാവ് പൈതങ്ങളെ ജനിപ്പിക്കുന്നത് ലൈംഗികബന്ധത്തിലൂടെയാകുന്നു. ഒരാളുടെ ശരീരം രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചിരിക്കുന്ന വിധത്തിലല്ലാതെ ശിശുവിനെ ജനിപ്പിക്കുന്നതിന് വേറെ യാതൊരു മാർഗവുമില്ല. എന്നാൽ നാരായണൻ അനന്ത ശക്തിമാനാകൽ യാതൊരു ശക്തിയുടെയും നിയന്ത്രണത്തിന് വിധേയനല്ല. അദ്ദേഹത്തിന്റെ അനേക വിധങ്ങളായ ശക്തിയാൽ എന്തും ഏതും അനായാസേനയും പൂർണ്ണമായും ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. നമ്മളിപ്പോ ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എല്ലാം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്? നമ്മൾ എന്ത് പറയും? ഇതിങ്ങനെ ക്രിയേഷനാണ്, ഇങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുന്നത്, ഈ ഒരു പ്രോസസ്സിലൂടെ പറ്റുള്ളൂ. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. നമ്മുടെ ഈ ഭഗവാൻ ഓംനിപൊട്ടന്റ്, ഭഗവാൻ അനന്ത ശക്തനായതുകൊണ്ട് ഭഗവാൻ എന്തും എങ്ങനെ സാധിക്കും. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മളല്ല അദ്ദേഹത്തിന്റെ ദാസന്മാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെന്താണ് അതിന് പറയുന്നത്? എന്തുമേതും അനാശയം പൂർണ്ണമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്. ആകയാൽ ബ്രഹ്മാവ് മാതൃഗർഭത്തിൽ എറിയപ്പെടാതെ പിതാവായ ഭഗവാൻ നാരായണൻ നേരിട്ടുള്ള പ്രത്യക്ഷ പുത്രനാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പറയുന്നത്? ആത്മഭൂ എന്ന് പറയുന്നത്. ഓക്കെ. വിശ്വപ്രപഞ്ചത്തെ മറ്റ് സമസ്ത സൃഷ്ടികളുടെയും നേതൃത്വം വഹിക്കുന്നത് ബ്രഹ്മദേവനാകുന്നു. അനന്ത ശക്തിയാൽ സമസ്ത സൃഷ്ടികളുടെയും അദ്ദേഹം രണ്ടാമതായി പ്രതിഫലിപ്പിച്ചു. അപ്പൊ എന്താണ് ഭഗവാൻ കൊടുത്ത ആ ശക്തിയിൽ, ഭഗവാൻ കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റിലാണ് എന്താണ് ബ്രഹ്മദേവൻ വന്നിട്ട് ബാക്കിയുള്ള എല്ലാ സൃഷ്ടിയും ചെയ്തത്. പ്രപഞ്ചത്തിന്റെ പ്രഭാവമണ്ഡലത്തിനുള്ളിൽ ഭഗവാന്റെ പരമാത്മ ഭാവമായ ക്ഷീരോദകശായ വിഷ്ണുവിന്റെ ധാമം എന്നറിയപ്പെടുന്നു ശ്വേതുദ്വീപ് സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവിന്റെ ധാമം അറിയപ്പെടുന്ന ശ്വേതവും സ്ഥിതി ചെയ്യുന്നു. ദേവന്മാരാൽ പരിഹരിക്കാനാവാത്ത പ്രശ്നമുണ്ടാകുമ്പോൾ അവർ ബ്രഹ്മദേവനെ സമീപിക്കുന്നു. എന്നാൽ ബ്രഹ്മദേവനെ കൊണ്ടുപോലും പരിഹരിക്കാൻ അസാധ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ബ്രഹ്മദേവൻ പ്രശ്നപരിഹാരത്തിനായി ക്ഷീരോദകശായ വിഷ്ണുവിനെ സമീപിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കംസനാലും മറ്റുള്ളവരാലും ഭൂമി ഭരിക്കപ്പെടുമ്പോൾ അസുരന്മാരുടെ അധർമ്മത്തിൽ ഭൂമി അധിക ഭാരമുള്ളതാകുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരോടൊപ്പം ക്ഷീരോദക സാഗരത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയും അപ്പോൾ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കൃഷ്ണൻ അവതരിക്കുമെന്ന് അവർക്ക് സന്ദേശം ലഭിക്കുകയും ചെയ്തു. ആകയാൽ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന മൂലമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു.
അപ്പൊ ഈ പോയിന്റ് നോക്കുമ്പോൾ ഇന്നലെ ജയപ്രകാശ് മഹാരാജിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തില് എത്രയോ യുഗങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഐശ്വര്യ മാധവി അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, എത്ര കോടി വർഷമാണെന്നുള്ളത്, എത്ര യുഗങ്ങൾ വരും എന്നുള്ളത്. അപ്പം ജയപ്രകാശ് മഹാരാജ് പറയുണ്ടായി, ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ ഒരു തവണയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം എടുക്കുന്നത്. അതില് നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. അത് ഈ കഴിഞ്ഞ ദ്വാപരയുഗത്തിലായിരുന്നു. അതിന് പുറമെ ചൈതന്യ മഹാപ്രഭുവും ഇപ്പോഴാണ് ഈ ഈ യുഗത്തിൽ, ഈ കലിയുഗത്തിലാണ് ജന്മമെടുത്തത് ഇൻ ദി സെൻസ് അവതരിച്ചത്. അപ്പൊ നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. കാര്യം ഭഗവാന്റെ ഡയറക്റ്റ് അവതാരം ഉണ്ടായിരുന്നു 5000 വർഷങ്ങൾക്ക് മുന്നേ. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് 500 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ഈ കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ലെക്ചറിൽ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. എല്ലാവരും എത്രത്തോളം നമുക്ക് സേവ ചെയ്യാൻ പറ്റുമോ സേവകൾ ചെയ്യുക, എത്രത്തോളം നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുമോ നാമം ജപിക്കുക. അപ്പൊ ഇതില് പ്രഭുപാദിന്റെ ലെക്ചറിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ഞാനൊരു ഗ്രന്ഥരാജ് മെയിൽ വായിക്കുമ്പോൾ എനിക്ക് അതിനകത്തും സെയിം ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആ ഗ്രന്ഥരാജ് മെയിൽ, കാലചക്രപ്രഭു എഴുതിയ ഗ്രന്ഥരാജ് മെയിലിൽ പറയുന്ന ഒരു കാര്യം, ഈ ബോട്ട് ഉണ്ടല്ലോ, എപ്പോഴാണോ ഒരു ബോട്ടിൽ വെയിറ്റ് കൂടുന്നത്, ആ വെയിറ്റ് കൂടിക്കൂടി വരികയാണെങ്കിൽ അതിന് ഫ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ പൊന്തിക്കിടക്കത്തില്ല. വെയിറ്റ് കൂടുമ്പോൾ എന്ത് പറ്റും, അതങ്ങ് താന്നു പോകും. ഇവിടെ കുന്തി മഹാറാണിയും എന്താണ് പറയുന്നത്, ഭൂമിക്ക് ഭാരം കൂടുന്ന സമയത്ത് ആ ഭാരം കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്തത്, ഭഗവാൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രഭുപാദിന്റെ ലെക്ചറിൽ വളരെ എവിഡന്റ് ആയിട്ട് അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാരം എന്ന് പറയുന്നത് ഫിസിക്കൽ ഭാരമല്ല പറയുന്നത്, ആളുകൾ കൂടി അങ്ങനെ വരുന്ന ഒരു ഭാരമല്ല പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഭുപാദ് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ ഭൂമി നോക്കിയാൽ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, ഈ ഭൂമി നോക്കിയാൽ വലിയ വലിയ സമുദ്രങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും ഹെവി ആയിട്ടുള്ള മലകളും പർവ്വതങ്ങളും പുഴകളും ഒരുപാട് സംഭവങ്ങളുണ്ട്, മരുഭൂമികളും, ഇതെല്ലാം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ ഭൂമി ഈ എയറിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? ഇത് ഫ്ലോട്ട് ചെയ്യല്ലേ ഭൂമി, അല്ല സംസാര സാഗരത്തിൽ വീഴുന്നു പോണ്ടേ? ഇതെങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ എയറിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് ഈ ഭൂമി നിൽക്കുന്നത്? അപ്പോ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. രണ്ടാമത് പറയുന്നത്, നമ്മുടെ സയൻസ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെയാണ്, വെയിറ്റ് കൂടി ഹെവി ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, വെള്ളത്തിലാണെങ്കിൽ മുങ്ങിപ്പോകും. ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അത് പൊങ്ങിക്കിടക്കും. വെയിറ്റ് ഇല്ലാത്തതാണെങ്കിൽ പൊങ്ങിക്കിടക്കും. ഇതാണല്ലോ എല്ലാവരുടെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം നമ്മൾ സയൻസിൽ പഠിച്ചതും എല്ലാം അങ്ങനെയാണ്. പക്ഷേ പ്രഭുപാദ് പറയുന്നത് ഇതിന്റെ റിയൽ റീസൺ എന്ന് പറയുന്നത് ഭഗവാനാണ്. കൃഷ്ണൻ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ എന്താണ് ഇതിങ്ങനെ പൊങ്ങിക്കിടക്കത്തുള്ളൂ, ഭൂമി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യത്തുള്ളൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, 15ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗാമാവിശ്യ ഭൂതാനി ധാരയാമിഹമോചസ പുഷ്ണാമി ചക്ഷി സർവ സോമഭൂത്വ. ഞാൻ എന്താണ് ഭഗവാൻ പറയുന്നത്, ഞാൻ ഈ പ്ലാനറ്റുകളിൽ ഞാൻ എൻ്റർ ചെയ്യുന്നു, എന്റെ എനർജി കൊണ്ട്. ആ എൻ്റർ ഇൻ ടു ഈച്ച് പ്ലാനറ്റ് ആൻഡ് മൈ എനർജി ദേ സ്റ്റേ ഇൻ ഓർബിറ്റ്. എന്റെ ശക്തി കൊണ്ടാണ് ഈ ഓർബിറ്റിൽ ഇതിങ്ങനെ നിൽക്കുന്നത്. ഭഗവാൻ എപ്പോഴാണോ ഈ ഗ്രഹങ്ങളിൽ എൻ്റർ ചെയ്യുന്നത്, അപ്പോഴെന്ത് പറ്റും, അതിന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് എത്ര വെയിറ്റ്, ഭൂമിയൊക്കെ എന്തുമാത്രം വെയിറ്റ് ആണ് നമുക്കറിയാമല്ലോ, എന്തുമാത്രം വെയിറ്റ് ഉള്ളതാണ്. അത്രയ്ക്കും വെയിറ്റ് ഉണ്ടായിട്ടും അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന, ഈ ഓർബിറ്റിൽ നിൽക്കുന്നതിന്റെ റീസൺ എന്താണ്? സ്പിരിറ്റ്, സുപ്രീം സോൾ ആയിട്ടുള്ള ഭഗവാൻ അതിനകത്ത് എൻ്റർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എത്ര ഹെവി ആയിട്ടുള്ള സാധനം ലൈറ്റ് ആവും. പ്രഭുപാദ് വേറൊരു എക്സാമ്പിളോട് പറയുന്നുണ്ട് ആ ലെക്ചറിൽ തന്നെ. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ
എടുത്ത് പൊക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവർ മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് പറ്റുന്നത്? ഭയങ്കര വെയിറ്റ് ആയിരിക്കും. കാരണം അതിനകത്തുള്ള ആത്മാവ്, നമ്മൾ, ഞാൻ എന്ന് പറയുന്ന ഈ നമ്മളെന്ന് പറയുന്ന ആത്മാവും സൂപ്പർ സോൾ ആയിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനും അതിൽ നിന്ന് മാറുന്ന സമയത്താണ്, ഭഗവാൻ അതിനകത്തില്ല, കാരണം സ്പിരിറ്റ് ഇല്ല അതിനകത്ത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഭയങ്കര വെയിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ പ്രഭുപാദ് ഇവിടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എവറിഥിങ് ഈസ് ലൈറ്റർ as soon as it is spiritually advanced or the spirit enters. അപ്പം ഇത് പ്രഭുപാദ് ആക്ച്വലി നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴാണോ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നത്, നമ്മൾ എപ്പോഴാണോ സ്പിരിച്വലി ആധ്യാത്മികമായിട്ട് കുറച്ച് മുന്നോട്ട് വരുന്നത്, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്, ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അപ്പോഴെന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ആവും. സെയിം പ്രഭുപാദ് പറയാനുണ്ട്, സ്പിരിച്വൽ അഡ്വാൻസ് എന്ന് പറയുന്നുണ്ട്. ദെൻ ദർ വിൽ ബി നോ ഇംപിഡിമെന്റ്സ്. ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് എന്താണ് പറ്റുന്നത് വെച്ചാൽ അവിടെ പിന്നെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോ അതിനകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോ പെട്ടെന്ന് നമുക്ക് പറക്കാൻ പറ്റും? ഇല്ല, കാരണം നമ്മുടെ ബോഡി ഹെവിയാണ്, വെയിറ്റ് ആണ്, നമുക്ക് പറക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ബോഡിയിൽ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത്, അതായത് നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ എപ്പോഴാണോ ആത്മാവ് പുറത്തു പോകുന്നത്, റിയൽ ഫോമിലോട്ട് വരുന്നത്, വിത്തിൻ സെക്കൻഡ് യു ക്യാൻ ഗോ ടു വൈകുണ്ഠ ലോകം എന്നാണ് പ്രഭുപാദ് പറയുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ഈ ബോഡിയിൽ നിന്ന് എപ്പോഴാണോ ആത്മാവ് പുറത്തു പോകുന്ന ആ സ്പോട്ടിൽ തന്നെ എന്താണ്, വൈകുണ്ഠത്തേക്ക് പോകാൻ പറ്റും ആ സെക്കൻഡിൽ. കാരണം അത്രയ്ക്ക് ലൈറ്റ് ആണ്. കാരണം എന്തുകൊണ്ട് ഇത്രയും ലൈറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ഫോം ആയിട്ടുള്ള ഭഗവാന്റെ ദാസരാണെന്ന് മനസ്സിലാക്കി ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ക്വിക്ലി തന്നെ അത് ലൈറ്റ് ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നത്. പ്രഭുപാദ് പറയുന്ന ശ്ലോകം ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകമാണ്. തെക്വാദേഹം പുനർജന്മന നൈതി മാമേതി എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ കൺക്ലൂഷൻ ഇതാണ്, എപ്പോഴാണോ ഈ ലോകം വന്നിട്ട് ഓവർ പോപ്പുലേറ്റഡ് ആയി, എങ്ങനെ ഓവർ പോപ്പുലേറ്റഡ്, ഡീമൺസ്, അസുരന്മാരെ കൊണ്ടും ഭക്തരല്ലാത്തവരെ കൊണ്ടും, അപ്പം ഇതെന്താണ് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാൻ അവിടെ. അപ്പം കാരണം ഭൂമിദേവിക്ക് സഹിക്കുന്നതിന് അപ്പുറത്ത് പോവുകയാണ്. അപ്പം ഭൂമിദേവിക്ക് ഭയങ്കര ലോഡായിട്ട് തോന്നും. അല്ലാതെ ഈ മലയും പർവ്വതവും ഇത് കൊണ്ടല്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെ എയറിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സമയത്താണ് കുന്തിദേവി ഇവിടെ പറയുന്നത്, ആ സമയത്ത് എന്താണ്, ബ്രഹ്മദേവന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ബ്രഹ്മദേവൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ക്ഷേത്രദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ പരമദിവ്യത്വം പുരുഷനായിട്ടുള്ള ഭഗവാൻ അവതരിക്കുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഹാർട്ട് വന്നിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. എപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള അനർത്ഥങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ അവസരം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം വന്നിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ഇതിന് പകരം നമ്മൾ ഭഗവാന്റെ വാക്കുകളും ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ്, ഭഗവാൻ തരുന്ന ഉപദേശങ്ങളും ഭഗവാന്റെ ലീലകളും ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ഡിവോട്ടീസ് ഇവിടെ ഇപ്പൊ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും നമുക്ക്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഭഗവാനെ വിസ്മരിക്കുന്നത്, ഭഗവാനെ സ്മരിച്ചു പോകും, നമുക്ക് അപ്പോഴും നമുക്ക് ഡിവോട്ടീസിന് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഹൃദയം ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും. നമുക്ക് തന്നെ അറിയാം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും. ചിലപ്പോൾ ഇമോഷണലി പ്രശ്നം വരും. ഇത് മാത്രമല്ല, ഭഗവാൻ എപ്പോഴും നമ്മൾ മാറി ശ്രദ്ധിക്കും, നമുക്ക് 4 ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവതം ഡിസ്കഷനിൽ പറയുണ്ടായി, ആത്മാവ് വന്നിട്ട് മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം കൊണ്ട് ഓൾറെഡി കവേർഡാണ്. അതിന്നേ പൊട്ടിച്ചു വരാൻ പറ്റുന്നില്ല. അതിന് പുറമെ വന്നിട്ട് മെറ്റീരിയൽ വേൾഡ്, ആ മെറ്റീരിയൽ അതിൻ്റെ ഒരു കവറിങ്, മായയുടെ കവറിങ്, ത്രിഗുണങ്ങളുടെ കവറിങ്, ഇങ്ങനെ മൾട്ടിപ്പിൾ കവർ കൊണ്ടിട്ട് ഇങ്ങനെ കവർ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 4 സൈഡിൽ നിന്ന് ഈ ത്രിഗുണങ്ങളുടെ പ്രോബ്ലം ഉണ്ടാവും, ഭൗതിക ശക്തിയുടെ മായയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കറിയാം, ആദ്യ ദൈവികം, ആദ്യ ഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ 4 ചുറ്റും വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ നമ്മൾ ഭഗവാനിൽ നിന്ന് മാറി ചിന്തിക്കുന്നത്, വേറെ രീതിയിൽ ചിന്തിക്കുന്നത്, അപ്പോൾ തന്നെ ഈ പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ
ബട്ട് നമ്മൾ എപ്പോഴാണോ ഭഗവാനെ സ്മരിക്കുന്നത്, ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ ഇതിന്ന് തിരിച്ചു വരാനായിട്ട് നോക്കുന്നത്, അപ്പോൾ തന്നെ ഈ ആക്ച്വലി ഈ മിസറീസ് ഭയങ്കര ഈസി ആയിട്ട് മാറുന്നുണ്ടോ നമ്മൾ. ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മഹർഷി മസാൻ മഹാരാജ്, എന്റെ ഗുരു മഹാരാജ്, അദ്ദേഹം പറഞ്ഞു തന്ന അദ്ദേഹത്തിന്റെ ഡെയിലി കോട്ടിലുള്ളതാണ്, ഒരു കലണ്ടർ ഉണ്ട്. അപ്പൊ അതിലും അദ്ദേഹം പറയുന്നത് ഭഗവത്ഗീത 12-15 അധ്യായം ഡെയിലി റിസൈറ്റ് ചെയ്യും, ഡെയിലി വായിക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലുള്ള വലിയ വലിയ ട്രബിളുകളെല്ലാം മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മഹാരാജ് നമുക്കത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-15 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായങ്ങളാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും ഭഗവാൻ പറയാനുണ്ട് ഭക്തിയോഗത്തിൽ, ഇങ്ങനെ ചെയ്യാം, അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ കർമ്മം ത്യജിക്ക്, കർമ്മം ത്യജിച്ചിട്ട് അതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെ സ്മരിക്ക്, നാമം ഇങ്ങനെ പല 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 ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പൊ നമ്മള് ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം, അതെന്ത് ആ റിസൾട്ട് ഒക്കെ ഭഗവാൻ മാറ്റി, ഇത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രബിളുകൾ, നമ്മുടെ പ്രോബ്ലംസും ഇങ്ങനെ മാറി വരും എന്നാണ് ഗുരു മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ കലചക്രപ്രഭുവിന്റെ ഗ്രന്ഥരാജത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അനുസരണയില്ലാത്ത കുട്ടികളാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളതെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് അത് എപ്പോഴും ഒരു ബർഡൻ തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരന്റ്സ് പറയുന്നത് കേൾക്കുന്നില്ല, ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കുന്നില്ല, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവർ പുറത്തു പോയി തല്ലുണ്ടാക്കുന്ന, അവർക്ക് ഒരു 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 ഭാരം തന്നെയായിരിക്കും എപ്പം നോക്കിയാലും. എപ്പോഴും അടുത്ത് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നറിയില്ല, അവർക്ക് ടെൻഷൻ ആയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നാലും നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, അച്ഛനും അമ്മയൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. കാര്യം അങ്ങനെയാണ്, അവർ അച്ഛനമ്മയും പറഞ്ഞാൽ കേൾക്കാതെ ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. പക്ഷെ എന്നാൽ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കിയാലും അച്ഛനമ്മ ഇവരോ അറിയാതെ പറ്റിയതാണ്, അവർക്ക് അതൊരു ഭയങ്കര ഒരു ഹെവി ഹാർഡ് വെയിറ്റ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പം ഒബീഡിയൻ ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലവേദന, ഡിസൊബീഡിയൻ ആണ് അവരുടെ തലവേദനയ്ക്കും ട്രബിളിനും എല്ലാത്തിനുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെയും മനസ്സിലാക്കേണ്ട കാര്യം, മദർ ഭൂമി ദേവിക്ക് വന്നിട്ട് ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണ്? ഈ ഡിമോണിയൊക്കെ ആയിട്ടുള്ള ഈ കംസനെ കൊണ്ടും ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ പ്രശ്നം വന്ന സമയത്താണ് എന്താണ് ഈ കംസന്റെ പ്രോബ്ലം, ബാക്കിയുള്ള അസുരന്മാരുടെ പ്രശ്നം വന്നിട്ട് ഭൂമി ദേവി പ്രാർത്ഥിക്കുകയും ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് എന്താണ് ഭഗവാൻ അവതാരം എടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ലൈറ്റർ ആയിരിക്കണം. പ്രഭുപാദ് പറയാനുണ്ട്, ജഗന്നാഥ മഹാരാജിന്റെ ക്ലാസ്സിലും പറയുണ്ടായി. അപ്പൊ ഒരു 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 പിടി മണ്ണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നാള് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുവോ അത് ഒരിക്കലും പ്രഭാത ലക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ എനർജി ഓരോ പ്ലാനറ്റിലും ഓരോ ഗ്രഹത്തിലും ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ്, ഒരു കൈ നിറച്ച് എങ്ങനെയാണോ ഒരു മണ്ണ് ഇങ്ങനെ ഡസ്റ്റ് പൊടി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് എത്ര നാള് ഭഗവാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും, അല്ലെങ്കിൽ ആരാണ് ഇപ്പൊ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിൽ എത്ര നാളിങ്ങനെ ഇരിക്കും, നമ്മൾ വിടുന്നത് വരെ അത് കയ്യിൽ തന്നെ ഇരിക്കും. ഭഗവാൻ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതോ കയ്യിലിരിക്കും. അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ അത് വിടുന്നത്, അപ്പൊ ഇപ്പൊ നമുക്കിപ്പോ കയ്യിൽ ഇങ്ങനെ പൊടി വെച്ചിരുന്ന എയറില്ലെങ്കിൽ എയറിൽ നിൽക്കും അത്. അപ്പൊ ഞാൻ വിചാരിക്കും ഒരു പിടി മണ്ണ് എടുത്ത് എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കണം, അതങ്ങനെ തന്നെ ഇരിക്കും. ഭഗവാന്റെ ആഗ്രഹം എത്ര നാള് ഇങ്ങനെ ഇരിക്കും, അതുവരെ ഈ പ്ലാനറ്ററി സിസ്റ്റംസ് എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഇച്ഛയാൽ, ഭഗവാന്റെ ശക്തിയാലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പറഞ്ഞു, ബൈ ഹിസ് സ്ട്രെങ്ത് ആൻഡ് എനർജി ഓൾ മൂവിങ് ആൻഡ് നോൺ മൂവിങ് തിങ്സ് സ്റ്റേ ഇൻ ദെയർ പ്ലേസ്. അപ്പോ ഭഗവാന്റെ ഈ പ്രഭാത് ഈ ഒരു പർപ്പട്ടില് ആക്ച്വലി പ്രഖ്യാപിക്കുകയാണ്. ഈ സയൻസും ബാക്കിയുള്ളത് പറയുന്നതൊക്കെ ഓക്കെ ഫൈൻ, പക്ഷെ ഇതാണ് സത്യം. ഭഗവാന്റെ സ്പിരിറ്റ് സോളിന്റെ കണക്ഷൻ ഇല്ലാതെ ക്രിയേഷൻ നടക്കില്ല. ഈ ലോകം മുഴുവൻ എന്താണ്, ഈ ഓർബിറ്റിൽ ഭൂമി നിൽക്കുന്നതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാൻ അതിനകത്ത് എൻറ്റർ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ഡിവോട്ടീസ് ഇപ്പൊ നോക്കി, നാരദ മുനി ബാക്കിയുള്ള ഡിവോട്ടീസ് നോക്കിയാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ പോകും വരും. കാരണം അവർ അത്രയും ലൈറ്റ് ആണ്. എന്തുകൊണ്ട് ലൈറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നു. അത് സ്പിരിറ്റ് സോൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട്, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് സമയമായെന്നറിയുന്നാലും ഞാൻ ക്വിക്ലി കവർ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യും. ജഗന്നാഥ് സ്വാമിയുടെ
ഒരു ചെറിയൊരു പാസ് ടൈമും കൂടെ. ഒരു ഭക്തൻ എങ്ങനെയാണ് ഓരോ ഭക്തരും നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് കാണിച്ചിരുന്ന ഒരു ഭക്തൻ എത്രത്തോളം ലൈറ്റ് ആവാൻ പറ്റും, നമ്മൾ എത്രത്തോളം ലൈറ്റ് ആയിരിക്കണം, എങ്ങനെ ലൈറ്റ് ആയിരിക്കണം, നമ്മൾ ഭഗവാനെ നമ്മുടെ ഹൃദയ കമലങ്ങളിലേക്ക് എൻ്റർ ചെയ്യിക്കണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റ് ആകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മൊഹന്തി എന്ന് പറയുന്ന ഒരു ഭഗവാന്റെ ഒരു ഭക്തനെ പറ്റിയാണ്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് ജഗന്നാഥപുരിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ജാജ്പൂർ എന്ന് പറയുന്ന ഒറീസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോ എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ട് ഒരു പാവപ്പെട്ട ഒരു ഭക്തനാണ്. ഇദ്ദേഹത്തിന് ഒരു സമയത്ത് ജഗന്നാഥ്പുരിയിൽ എല്ലാവർക്കും എൻ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഭഗവാന്റെ ഭയങ്കര ഒരു ഭക്തനാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കീർത്തനം ചെയ്യും, ഭഗവാനെ പറ്റി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹം വന്നിട്ട് ഭിക്ഷ എടുക്കും. എന്താണോ കിട്ടുന്ന ഒരു ദിവസം അത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട്, അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയും 2 പെൺമക്കളുമാണ് ഉള്ളത്. അപ്പൊ ഓരോ ദിവസവും അദ്ദേഹം എന്ത് ചെയ്യും, ഭിക്ഷ എടുക്കും, അത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. വീട്ടിൽ കൊടുത്തതിന് ശേഷം അതെന്താണുള്ളത് അവരത് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭക്തന്മാരെ സേവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമാണ്. കീർത്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇതാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു വരൾച്ച വരും ജഗന്നാഥപുരിയിൽ. ഭയങ്കരമായിട്ടുള്ള വരൾച്ച വന്നിട്ട് അവിടെയുള്ള ആളുകൾക്കേ ഭക്ഷണമില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ട് ഭിക്ഷ എടുക്കാൻ പോകും. ഭിക്ഷ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതിനൊന്നും ഭിക്ഷയൊന്നും കിട്ടത്തില്ല. കാര്യം അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണമില്ല, പിന്നെ അങ്ങനെ ഇദ്ദേഹത്തിന് ഭിക്ഷ കിട്ടും. പക്ഷെ ഇദ്ദേഹം വളരെ ലൈറ്റ് ആയിരുന്നു. പ്രഭാത് ഇവിടെ പറയുന്ന പോലെ അദ്ദേഹത്തിനുള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഭഗവാനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനുള്ളിൽ ഭഗവാൻ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ് പറ്റുന്നത്, അദ്ദേഹം വളരെ ലൈറ്റ് ആയിരുന്നു. ശരി, ഭക്ഷണം ഇല്ലെങ്കിൽ ഇല്ല, നമുക്ക് എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ പോകും. അപ്പോൾ ഇത് ഒരു ദിവസമായി. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും വീട്ടുകാർ ഇവരൊക്കെ ക്ഷീണിച്ചു, തളർന്നു, കുട്ടികൾ കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ട് ചോദിച്ച്, ഇനി ഈ ഗ്രാമത്തിൽ നിന്നാൽ നമുക്ക് രക്ഷയില്ല, നമുക്ക് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ, നമുക്ക് അവരുടെ അടുത്ത് പോവാം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ശകലം എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എന്ത് പറ്റും, മരിച്ചു പോകും, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ കഥയിൽ ഇങ്ങനെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷേ ഒരു നേരം ആഹാരം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ആഹാരമില്ല, നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് അതിന്റെ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നമ്മൾ ആക്ച്വലി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്ക്. ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഒരു ആഹാരമില്ലാതെ ആളുകൾ നിൽക്കില്ല. നമ്മൾ കരമന ജഗന്നാഥ മന്ദിറിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്നദാനം ചെയ്യും. അന്നദാനം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഹെവി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വന്നിട്ട് പ്രസാദം പാക്ക് ചെയ്തിട്ട് ഈ റോഡ് അരികിലൊക്കെ ആളുകൾ ഇരിക്കുമല്ലോ, അവർക്ക് വീടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുമ്പം അവർ കഴിക്കുന്ന ഒരു ആ ഒരു രംഗമുണ്ട്, ഒരു സീനുണ്ട്. ആക്ച്വലി അവർ ചിലർക്കൊന്നും എഴിക്കാൻ പോലും പറ്റില്ല. നല്ല വയസ്സായവരൊക്കെ ആയിരിക്കും, വഴുക്കായി, മുടിയെല്ലാം ജട പിടിച്ച്. അവർ വന്നിട്ട് അവർക്ക് എഴിക്കാൻ കൂടി വയ്യ. അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എഴിച്ച് അവർ ആക്ച്വലി ഈ പ്രസാദം കൊടുക്കുന്ന ഡിവോട്ടീസിന് തൊഴും. ആ ഒരു നന്ദി, അതായത് അവർക്ക് ഭക്ഷണം കിട്ടാതിരുന്നിട്ട് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു നന്ദിയുണ്ട്. അതുപോലെയാണ് ഈ സിറ്റുവേഷൻ. അതാണ് ഇവർക്ക് ആക്ച്വലി ഈ ബന്ധു മൊഹന്തിക്ക് വന്നിട്ട് ഭക്ഷണം ഇല്ല, കുട്ടികൾ കരയാണ്, അവർ ആക്ച്വലി അവർക്ക് ശക്തിയൊക്കെ പോയി തുടങ്ങി. അപ്പം ഇദ്ദേഹം പറയും, എനിക്ക് ബന്ധുക്കളൊന്നും ഇല്ല, പക്ഷേ എനിക്ക് എന്തുണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം വന്നിട്ട് എവിടെയാണ്, ശ്രീക്ഷേത്രത്തിലാണ്, പുരീധാമത്തിലാണ് ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് പോയി നോക്കാം. അപ്പം ഭാര്യ പറയും, ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ഒരു കൊച്ചിനെ ഞാൻ എടുക്കാം, 2 കുട്ടിയെ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് അപ്പോഴേ തന്നെ ഒരു കുട്ടിയെ എടുത്ത് ഒരു ചെറിയ പാണ്ടക്കെട്ടും എടുത്ത്, തുണിയെല്ലാം ചെറിയൊരു പാണ്ടക്കെട്ടും എടുത്ത് പോവാന്ന് പറഞ്ഞ് അവരിറങ്ങി. ഇവർ നേരെ എവിടെ പോയി, ശ്രീക്ഷേത്ര ധാമത്തിൽ പോയി, പുരിയിൽ പോയപ്പോൾ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോ
ഇത് എന്ത് ചെയ്ത് ആ, ഉം, സിംഹ ആ, സിംഹദ്വാരം, അതായത് ലയൺസ് ഗേറ്റ് എന്ന് പറയും, ഭഗവാന്റെ മെയിൻ സ്ഥലത്ത് പോയപ്പോ കയറാൻ നിവർത്തിയില്ല. അവിടെ എല്ലാം കാവൽക്കാരൻ നിൽപ്പുണ്ട്, വടിയൊക്കെ വെച്ച് നിൽപ്പുണ്ട്, കയറാൻ നിവർത്തിയില്ല. അപ്പോ അവരിങ്ങനെ നോക്കണേ, വിഷമിച്ച് എന്ത് ചെയ്യും, എനിക്ക് കയറാൻ പറ്റുന്ന. എല്ലാവർക്കും ആ സമയത്ത് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോ ഇവര് പുറത്തു നിന്ന് ആരെ ദർശനം എടുത്ത്? നമ്മുടെ പതിതപാവൻ ജഗന്നാഥൻ എടുത്തു. നമുക്കിവിടെ ഒരു പതിതപാവൻ ജഗന്നാഥ് ഉണ്ട്, തൃപ്പാതുരം നാമഹട്ടയില്. ഭഗവാൻ മാത്രം, ഭഗവാന്റെ പേരെ പതിതപാവൻ ജഗന്നാഥൻ, പതിതപാവൻ നാമഹട്ട എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ആർക്കൊക്കെ പതിതപാവൻ ജഗന്നാഥന്റെ ദർശനം എടുക്കണമെന്നുണ്ടെങ്കിലും സൺഡേ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ദർശനം എടുക്കാം. അങ്ങനെ ബിന്ദു മഹന്തി എന്താണ്, ഇവിടെ വന്നിട്ട് ഭഗവാന്റെ ദർശനം പുറത്തുനിന്ന് എടുത്തു. എന്നിട്ട് എവിടെ പോയി? ആം, അവിടെ സ്ഥലമൊന്നും ഇല്ലാത്ത കൊണ്ട് ഇവര് നേരെ ആം, ഭഗവാന്റെ സൗത്ത് ഗേറ്റിലേക്ക് പോയി. പേജാനാല എന്നാണ് പറയുന്നത് സൗത്ത് ഗേറ്റിന്റെ സ്ഥലത്തിന്. പേജാനാലയുള്ള സ്ഥലം, അതായത് ഭഗവാന്റെ കുക്ക് ചെയ്ത്, ഭഗവാന് വേണ്ടിയിട്ട് റൈസും ദാലും എല്ലാം കുക്ക് ചെയ്ത് ഭഗവാന്റെ കിച്ചൺ എന്നുള്ള ഈ ഈ ആം, ആ, ആ, കഞ്ഞിവെള്ളം എന്ന് പറയും നമ്മള്. അത് വന്നിട്ട് അരി കഴുകിയതും ഈ അരി കുക്ക് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളം എല്ലാം വരുന്ന പേജാനാല എന്ന് പറയും. ഈ പേജ എന്നാണ് പറയുന്നത് ആക്ച്വലി. അപ്പൊ അവിടെ വന്നിരിക്കും. എന്നിട്ട് അപ്പൊ പറയും, ഭാര്യ പറയും, കൂട്ടുകാരനെ കണ്ടില്ല, നമുക്ക് കൂട്ടുകാരനെ പോയി കണ്ടിട്ട് വരാം, നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ പറയുന്നു, കൂട്ടുകാരൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഇദ്ദേഹം കൂട്ടുകാരൻ എന്ന് പറയുന്ന ആരാണ്? ജഗന്നാഥനാണ്. കാരണം അദ്ദേഹം അത്രയ്ക്ക് ലൈറ്റ് ആണ്. പ്രഭാത് പറഞ്ഞ പോലെ അദ്ദേഹത്തിനുള്ളിൽ ഭഗവാൻ മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഒരു ഹെവിനെസ്സും ഇല്ല. ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന അദ്ദേഹത്തിന് ഹെവിനെസ് ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യും? നേരെ വന്നിട്ട് എന്ത് ചെയ്യും? പേജാ നാളെ ഇവിടെ ഇരുന്നിട്ട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഈ കഞ്ഞിവെള്ളം കുടിക്കാം. പശുവൊക്കെ വന്ന് കുടിക്കുന്ന വെള്ളമാണ്. അപ്പം തൽക്കാലം ഈ കഞ്ഞിവെള്ളം ഇവിടെ കുടിച്ചിട്ട് നമുക്ക് ഇരിക്കാം. തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷം നമുക്ക് പോയിട്ട് നമ്മുടെ കൂട്ടുകാരനെ കാണാം, എന്റെ കൂട്ടുകാരനെ പോയി കാണാന്ന് പറയും. അപ്പം പറയും, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെയെന്നൊക്കെ ചോദിക്കും. അതേപോലെ കാണാൻ കാണാൻ പ്രശ്നമില്ല, കാണാന്ന് പറയും. എന്നിട്ട് ഒരു പൊട്ടിയ ഒരു കലത്തിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് അവർ കുടിക്കുകയാണ്. ആരാണ്? ഈ ഫാമിലിക്ക് കൊടുത്ത് എല്ലാവരും കുടിച്ചപ്പോൾ തൽക്കാലം ഒരു ആശ്വാസമായിട്ട് അവരവിടെ കിടക്കും. അപ്പോ കുറച്ച് കഴിയണതും കുട്ടികൾ വീണ്ടും കരയാൻ തുടങ്ങും. എന്താണ്, ഈ കഞ്ഞിവെള്ളം കുടിച്ചിട്ടൊന്നും ആവുന്നില്ല. അവരൊന്നും നമുക്ക് ഭയങ്കര, അതായത് ഈ മൂന്ന് കുട്ടികളും അച്ഛൻ്റെ അടുത്ത് പറയാണ്, ബന്ധുമോന്തിയുടെ അടുത്ത് പറയാണ്, വിശപ്പ് സഹിക്കാൻ വയ്യ, വയറ് വേദന സഹിക്കാൻ വയ്യ, എന്തെങ്കിലും കഴിക്കാൻ തരില്ലേ, നമ്മൾ ചത്തുപോകും. കാരണം അത്രയ്ക്ക്, കാരണം വിശപ്പ് നല്ല രീതി അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് എത്ര എത്ര ഡിവോട്ടീസിന് വിശപ്പ് നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ടോ നമുക്കറിയാം. എന്താ, വയറ് വേദനിക്കും, നെഞ്ചിന്റെ തൊട്ട് താഴെ വയറ് വേദനിക്കും. കുറെ കഴിയാൻ നേരത്ത് എന്താണ്, നമുക്ക് മൊത്തത്തിൽ ബോഡി വേദനിക്കും, തലവേദനിക്കും, ഗ്യാസ് വരും. അങ്ങനെ ഒരുപാട് പ്രോബ്ലം വരാൻ നേരത്ത് ആ ബുദ്ധിമുട്ട് വരും, നല്ല ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് കുട്ടികൾ കരയാണ്, കരഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ വന്നിട്ട് എന്ന് പറയും, ഇന്ന് അല്ല ബന്ധുമോന്തി എന്ന് പറയും, ഇത് ഒരുപാട് ആളുകൾ ഇന്നുണ്ട്, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, ഭഗവാൻ കുറച്ച്, അല്ല എന്റെ കൂട്ടുകാരനെ കുറച്ച് കഴിഞ്ഞ് പോയി കാണാം, അതിനുശേഷം ഭക്ഷണം എല്ലാം കൊണ്ടുതരും, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ക്ഷീണിച്ചങ്ങ് കിടക്കും, കുറച്ചു നേരം ഉറങ്ങാൻ പറയും. ഇവരങ്ങനെ ആ സൗത്ത് ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഈ പേജാർ നാളയുടെ അടുത്ത് വന്നിട്ട് അവിടെ അവര് കിടന്നുറങ്ങും. കിടന്നുറങ്ങാൻ നേരത്ത് ഭഗവാന്റെ അന്നത്തെ, അപ്പൊ ഈ ഭക്തന് ബന്ധു മോഹന്തിയും കിടന്നു. കാരണം അവർ ക്ഷീണിച്ചു പോയി, ഇത്രയും ദൂരം നിന്ന് വന്നാണ്, കഞ്ഞിവെള്ളം കിട്ടിയപ്പോൾ അത് കുടിച്ചിട്ട് കിടന്നു. അപ്പൊ ഭഗവാന് വൈകിട്ടത്തെ പൂജയെല്ലാം കഴിഞ്ഞ് രാജ എന്താ പറയാ, രാജാവിനെ പോലെ ഭഗവാനെ എല്ലാം പാടിയെല്ലാം ഉറക്കി എല്ലാരും പോകുമ്പോ ഭഗവാൻ നോക്കുമ്പോൾ ആരാണ് ഇത്രയും ദൂരന്ന്? ഭഗവാൻ പറയണത് എന്താണ്? എന്റെ ബന്ധു, ബന്ധു എന്നാണ് ചെയ്യുന്ന പറഞ്ഞത്, എന്റെ കൂട്ടുകാരൻ. ഭഗവാൻ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ നമ്മൾ ചിന്തിക്കുന്നത്, ഭഗവാനെ നമ്മൾ എങ്ങനെയാണോ അഭയം പ്രാപിക്കാൻ നമ്മുടെ ഏത് ഭാവത്തിലാണോ നോക്കുന്നത്, അതേ ഭാവത്തിൽ ഭഗവാൻ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യും, തിരിച്ച് ഭഗവാൻ അതിന് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് പറ്റിയത്? ഭഗവാന്റെ പറയണ എന്താണ്? ഇത് എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാരൻ ഒന്നും കഴിക്കാതെ കിടക്കുന്നത്, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത്, ജഗന്നാഥ് ഓടിപ്പോയി, ഇറങ്ങി, പൂജാരി എല്ലാം അടച്ചിറങ്ങിയത് പതുക്കെ പമ്മി ചെന്ന് ഡോറ് തുറന്ന് നേരെ സ്റ്റോർ റൂമിൽ പോയി. സ്റ്റോർ റൂമിൽ പോയിട്ട് ആദ്യം ഒരു പാത്രം എടുത്തത്, എന്താണ്, ഗോൾഡ് പ്ലേറ്റ് ആണ് എടുത്തത് ഭഗവാൻ. അവിടെ ഇരുന്ന ഗോൾഡൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ സ്റ്റോർ റൂമിൽ പോയി നോക്കിയിട്ട് എന്തൊക്കെയാണ് ഭഗവാൻ എടുത്തതെന്ന് പറയാനുണ്ട് അതിനകത്ത്. എന്തൊക്കെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വീറ്റ് റൈസ് എടുത്തു, ഭഗവാൻ വല്ലാത്ത കുറെ സ്വീറ്റ്സ് വെച്ചിരുന്നു, അതെല്ലാം എടുത്തു. ഇതെല്ലാം ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഇവർ ഉറങ്ങുമല്ലോ. അപ്പൊ ഈ കുട്ടികളെല്ലാം വിഷമം കണ്ടിട്ട് ഈ ബന്ധു മഹന്തി പ്രാർത്ഥിക്കും, എന്താണ്, ഭഗവാനെ
എല്ലാ സൃഷ്ടിയുടെയും സൃഷ്ടിച്ചതും ഭഗവാനാണ്. എല്ലാ സൃഷ്ടിയുടെയും മൂലസ്രോതസ് അങ്ങാണ്. നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ പഠിച്ചതുപോലെ പ്രഭുപാദ് പറഞ്ഞ പോലെ എല്ലാത്തിലും ഭഗവാൻ സ്പിരിറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ എല്ലാ സൃഷ്ടിയിലും ഭഗവാൻ ഉണ്ട്. ഉം. ആം, എന്റെ കുട്ടികൾ നമ്മളെല്ലാരും എന്താണ് ഭക്ഷണം കിട്ടാതെ മരിക്കാറായി. ഞാന് വന്നിട്ട് ഭഗവാന്റെ സൃഷ്ടിയിലുള്ളതല്ലേ ജഗന്നാഥെന്ന് ചോദിക്കും ഇദ്ദേഹം. വിഷമം കൊണ്ട് ചോദിക്കുകയാണ്. ഞാനും അങ്ങയുടെ സൃഷ്ടിയിലല്ലേ ഭഗവാനെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇന്ന് നമുക്ക് ഭക്ഷണം കിട്ടിയില്ലേ നമ്മളിന്ന് മരിച്ചു പോകും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കിടക്കും. അപ്പോഴത്തേക്കാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇതൂടെ കേട്ടപ്പോ ഭഗവാന് സഹിക്കാൻ വയ്യ. എന്റെ കൂട്ടുകാരൻ, എന്റെ ഫ്രണ്ട് ഇത്രയും കഷ്ടപ്പെടുമ്പോ ഞാനെങ്ങനെ സഹിക്കും? ഇതിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഓടിപ്പോയി സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ഗോൾഡൻ പ്ലേറ്റ് എടുക്കും. കിട്ടിയ പ്ലേറ്റ് ഗോൾഡൻ പ്ലേറ്റ് ആണ്. ഗോൾഡൻ പ്ലേറ്റ് എടുത്ത് നേരെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് സ്വീറ്റ് റൈസ് കളക്ട് ചെയ്യും, ലഡു കളക്ട് ചെയ്യും, പായസം കളക്ട് ചെയ്യും, കിച്ചടി കളക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ് ഇങ്ങനെ വെജിറ്റബിൾസ് ഉണ്ട്, വെജിറ്റബിൾസ് കളക്ട് ചെയ്യും. ഇതെല്ലാം സ്വീറ്റ് പ്രസാദം ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ സൗത്ത് ഗേറ്റിൽ വരും. സൗത്ത് ഗേറ്റിൽ നിന്ന് ബ്രാഹ്മണന്റെ രൂപം എടുത്തിട്ട് ബ്രാഹ്മണനെ പോലെ നിന്നിട്ട് വിളിക്കും, ബന്ധു മൊഹന്തി ഇങ്ങോട്ട് വരുമോന്ന് വിളിക്കും. അപ്പൊ ബന്ധു മൊഹന്തി എന്ന് വിളിക്കാൻ നേരത്ത്, മൊഹന്തി ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കും. വേറെ ആരും വിളിക്കുന്നു, എന്നെ ഇവിടെ ആർക്കറിയാം, എന്നെ ഇവിടെ ആർക്കും അറിഞ്ഞൂടല്ലോ, വേറെ ആരെ വിളിക്കുന്നു പറയാൻ നേരത്ത് ഭഗവാൻ പറയും, ഷടാ വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജഗന്നാഥ് എന്ത് പറയും? ആ സൗത്ത് ഗേറ്റിൽ പേജ 4 അടുത്ത് 2 കുട്ടികളും ഭാര്യയായിട്ട് കിടന്നുറങ്ങുന്ന ബന്ധു മൊഹന്തി ഇങ്ങി വരാൻ പറയും. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലാവും, ഇത് എന്നെ തന്നെയാണ് വിളിച്ചത്, വേറെ ആരും എന്നെ പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലും. ഇതാരാണ് രാത്രി എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ചെല്ലാൻ നേരത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ നിന്നിട്ട് പറയും, അത് എടുത്തു പറയും, ജാജ്പൂരിൽ നിന്ന് വന്ന ബ്രാഹ്മണൻ എന്ന് എടുത്തു പറയും. അപ്പൊ ജാജ്പൂരിൽ നിന്ന് പിന്നെ അവിടെ വേറെ ആരും വരാനില്ല. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായി. അങ്ങനെ ചെല്ലാൻ നേരത്ത് അദ്ദേഹം പറയും, ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, ഇവിടുത്തെ പ്രസാദമുണ്ട്, സ്പെഷ്യൽ പ്രസാദമുണ്ട്, നിങ്ങൾക്ക് പ്രസാദം തരാമെന്ന് പറഞ്ഞ് വലിയ പ്ലേറ്റ്, സ്വർണ്ണ ഗോൾഡ് പ്ലേറ്റ് നിറച്ച് പ്രസാദം ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇദ്ദേഹം ഞെട്ടിപ്പോവും. ഇത്രയും പ്രസാദം എങ്ങനെ തന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം കഴിക്കുക, അതൊക്കെ പിന്നെ സംസാരിക്കാം, എനിക്ക് ഭഗവാന്റെ കാര്യം നോക്കാൻ പോകണമെന്ന് പറയും. ഇത് നേരെ കൊണ്ടുവന്ന് ഇതിന് സന്തോഷം സഹിക്കാൻ വയ്യ, കൊണ്ടുവന്ന് കുട്ടികൾ കൊടുക്കുക. അവരെ ലൈഫിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള പ്രസാദം അവർ കണ്ടിട്ടില്ല. അപ്പൊ ഈ കുട്ടികളെല്ലാവരും എഴിച്ച് ഇതിന്റെ മണം കെട്ടിന്റെ കുട്ടികൾ കഴിക്കും. നല്ല പ്യുവർ ഗീയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല മണമുള്ള പ്രസാദമാണ് കിട്ടുന്നത്. ജഗന്നാഥപുരി ടെമ്പിളിൽ പോയവർക്ക് അറിയാം, ദോശ, ഗോതമ്പ് ദോശ, ശർക്കരയിലുണ്ടാക്കിയ ഗോതമ്പ് ദോശ ഇങ്ങനെ പുറത്തിരിക്കും. അത് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വീഴും. അത് പറയുമ്പോഴേ വായിൽ വെള്ളം വരും. അതുപോലത്തെ പ്രസാദമാണ് എന്താണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവരിത് കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം. പറയും ഇങ്ങനെ ഒരാൾ അകത്തുനിന്ന് പ്രസാദം തന്നെയാണ്, നിങ്ങൾ പെട്ടെന്ന് കഴിക്കുന്ന പറഞ്ഞ ഒരു ഭയങ്കര സന്തോഷത്തോടെ കഴിച്ച് തൃപ്തിയായിട്ട് അവർ കിടക്കും. നിങ്ങൾ ഇനി റെസ്റ്റ് ചെയ്തെന്ന് പറയും. ഇത് പെട്ടെന്ന് പോയി പ്ലേറ്റ് കഴുകിയിട്ട് ഇത് കൊണ്ടു കൊടുക്കാനായിട്ട് സൗത്ത് ഗേറ്റിൽ പോകും. അപ്പൊ ഗേറ്റ് അടച്ചിരിക്കുന്നു, വാതിൽ അടച്ചിരിക്കും. ഇദ്ദേഹം തള്ളി തുറക്കാൻ നോക്കും, രക്ഷയില്ല. അപ്പം ഇത് അവിടെ മുഴുവൻ കറങ്ങി നടക്കുക. ഈ പ്ലേറ്റ് തിരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ ഗോൾഡ് ആണെന്നുള്ള ബോധം പോലെ അദ്ദേഹത്തിന് പോകുന്നില്ല. ഇത് എന്ത് ചെയ്ത്, ശരി നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ തുണിയിൽ ഇത് ഇങ്ങനെ ചുറ്റി അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം എന്താണ്, രാവിലെ വന്ന് പൂജാരി വന്ന് ഭഗവാനെ തുറന്ന് നോക്കി, ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, മംഗളാരതി എല്ലാം കഴിഞ്ഞു. അടുത്ത് സ്റ്റോറിലോട്ട് പോകാൻ നേരത്ത് എന്താണ്, മെയിൻ പൂജാരി നോക്കിയപ്പോ ഗോൾഡ് പ്ലേറ്റ് കാണുന്നില്ല. അത് അപ്പോഴും തന്നെ ടെമ്പിൾ മാനേജ്മെന്റിനെ അറിയിക്കും. ടെമ്പിൾ മാനേജ്മെന്റ് അപ്പോഴും തന്നെ പോലീസിനെ അറിയിക്കും. പോലീസ് വെച്ചാൽ ഭടന്മാര് വരുന്ന ആദ്യം എല്ലാ പൂജാരിമാരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആദ്യം ഒരു റൗണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ അവരെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തില്ല എന്ന് പറഞ്ഞു അവരെ തല്ലാൻ തുടങ്ങും. ഓരോ പറഞ്ഞ് ഇല്ല നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. പൂജാരിമാർ അവിടെ ചെറിയ പൂജാരിമാർ, വലിയ പൂജാരിമാർ എല്ലാവർക്കും അടി കിട്ടും, രക്ഷയില്ല. അത് കഴിഞ്ഞ് കുറച്ച് പേര് നാട്ടുകാർ നോക്കാൻ നേരത്ത് ഒരു ഫാമിലി കിടന്നുറങ്ങുന്നു. ഇത് ഭക്ഷണം ഇല്ല, ഭിക്ഷ എടുത്ത് നടക്കുന്നവരെ എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കണം. അവരുടെ ഡ്രസ്സിങ് അതുപോലെ ആയിരിക്കും. അവരെ നോക്കുമ്പോൾ ഈ തുണിയിൽ പൊതിഞ്ഞിരുന്നതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അത് തിളങ്ങുകയാണ്. അപ്പൊ ആളുകൾ എന്ത് മനസ്സിലായി, ഇവരോടൊന്ന് മോഷ്ടിച്ചണമെന്നാണെന്ന് പറഞ്ഞു നോക്കുന്നത് ഗോൾഡൻ പ്ലേറ്റ്, ഭഗവാന്റെ ഗോൾഡൻ പ്ലേറ്റ്. അപ്പോഴത്തന്നെ ആളുകൾ പിടിച്ചു വെക്കുകയും പോലീസ് വരെയും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ പറയും ഇല്ല, ഇന്നലെ രാത്രി ഒരു ബ്രാഹ്മണൻ നമുക്ക് ഭക്ഷണം കൊണ്ട് തന്നതാണ്. പറയുന്നതിന് മുന്നേ ഇവരെ തല്ലുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടില് ഭിക്ഷക്കാര് വന്നു കഴിഞ്ഞാല് എല്ലാവരും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. അവരവരെ നിവർത്തികൾ കൊണ്ട് വരുന്നതായിരിക്കാം. പക്ഷെ കുറെ അല്ലാത്ത ആളുകളുണ്ട്, മോഷ്ടിക്കാൻ വരുന്നവർ അല്ലാത്തവരുണ്ട്. ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്.
ഇവിടെയും ആ സെയിം സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. ഇവര് കിടന്നുറങ്ങിയപ്പോൾ ചോദിക്കുന്നൊന്നുമില്ല, ഇവരെ ഇന്ന് പ്ലേറ്റ് പിടിച്ച് മേടിച്ച് നാട്ടുകാരെല്ലാം പിടിച്ചു വെച്ച് പോലീസ് ഒന്നും ഇവരെ തല്ലുകയാണ്, സംസാരിക്കുന്ന കൂടിയില്ല. ഇവര് പറയാണ് ഭഗവാൻ ഇങ്ങനെ ഇദ്ദേഹം കരഞ്ഞു പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ കൊണ്ട് തന്നതാണ്, രാത്രി പ്രസാദം കൊണ്ട് തന്നതാണ്, അല്ലാതെ നമ്മൾ എങ്ങനെ മോഷ്ടിക്കാനും പോയതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പൊ ഈ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നമ്മളെ തല്ലുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ എന്തിനാണ് തല്ലുന്നത്, ആളുടെ കല്ലെടുത്ത് എറിയുന്നു, അടിക്കുന്നു. അപ്പൊ ഇവരിങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പൊ ഇവര് രണ്ട് കൈയും കാലും കെട്ടി ഈ ബന്ധു മൊഹന്തിയെയും വൈഫിനെയും ഈ കുട്ടികളെയും കൈയും കാലും കെട്ടിയിട്ട് എന്താണ് ശിക്ഷയാണെന്ന് പറഞ്ഞിട്ട് നേരെ ജയിലിൽ കൊണ്ട് എറിയുകയാണ്. ജയിലിൽ നടത്തിക്കൊണ്ട് പോവല്ലേ ചെയ്യുന്നത്, പൊക്കിയെടുത്ത് എറിയുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ വീഴുന്നവർ പിറവൊക്കെ ഇടിക്കുന്നു, മുറിയുന്നു. ഇവർ ആക്ച്വലി പൊട്ടിക്കരയാണ് ഈ ഫാമിലി ഫുള്ള്. അപ്പോ അന്ന് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഭഗവാനെ ഉറക്കി കഴിഞ്ഞതും ഭഗവാൻ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഭക്തവത്സലാണ് ഭഗവാൻ. ഭഗവാൻ നേരെ ഗരുഡനെ വിളിച്ചിട്ട് അന്ന് രാത്രി നേരെ രാജാവിന്റെ അടുത്ത് പോകും. രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, നിങ്ങളുടെ വീട്ടില് അല്ലയോ രാജാവേ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, നിങ്ങൾ ഭക്ഷണം കൊടുക്കുമോ ചോദിച്ചു. നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരിക്കുമോ? നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ എങ്ങനെയാണ് നോക്കുന്നത് ഭഗവാനെ? സോറി, ഭഗവാനല്ല, നിങ്ങളുടെ ഗസ്റ്റിനെ എങ്ങനെ നോക്കും? എന്റെ ഒരു ഫ്രണ്ട് ഇത്രയും ദൂരം നിന്ന്, അവന് ഞാനല്ലാതെ വേറെ ആരുമില്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബന്ധു മോഹന്തി എന്ന് പറയുന്നത്. അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. എന്നെ കാണാനായിട്ട് വന്നപ്പോ ഞാന് എന്റെ ഗോൾഡൻ പ്ലേറ്റിൽ എനിക്ക് തന്ന പ്രസാദം ഞാനെടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത്. എന്നിട്ട് അദ്ദേഹം ജഗന്നാഥൻ ചോദിക്കുന്നു, നിങ്ങളുടെ പിതാവിന്റെ വീട്ടിൽ നിന്നാണോ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അതായത് ഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ജഗന്നാഥൻ ചോദിച്ചു, നിങ്ങളുടെ പൂർവികരുണ്ടാക്കിയ സ്വത്താണോ ഇത് എടുത്തു കൊടുത്തത്? ഞാൻ എന്റെ ഭക്തന് കൊടുത്തതാണ്. നിങ്ങളുടെ ആളുകൾ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കയ്യും കാലും കെട്ടി അടിക്കുകയും ചെയ്തിട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നിങ്ങൾ നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? എറിയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്യുകയാണ്, ഈ നിമിഷം പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകി എന്താണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രസാദം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് തലയിൽ ടർബൺ കെട്ടി കൊടുക്കണം. എന്താണ് ഇതെന്ന് പറയും, ടോപ്പ് മോസ്റ്റ് റെസ്പെക്ട് കൊടുക്കാനായിട്ട് ടർബൺ കെട്ടി കൊടുക്കണം. എന്നിട്ട് അദ്ദേഹത്തിനുള്ള എല്ലാ കാര്യവും ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും ഞാൻ കംപ്ലീറ്റ് നശിപ്പിച്ചോളും പറയും, വിരട്ടി കളയും ഭഗവാൻ. കാരണം ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ വന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ഉറങ്ങി സ്വപ്നത്തിലാണ് വന്ന രണ്ട് തട്ടുകൂടെ കൊടുക്കും രാജാവിന് ഉണർത്താനായിട്ട്. പടയെന്ന് ജഗന്നാഥൻ വന്നിട്ട് ജഗന്നാഥന്റെ കൈ വെച്ചിട്ട് രണ്ട് തട്ട് കൊടുക്കും. എന്നിട്ട് ഭഗവാൻ അങ്ങ് തിരിച്ചു പോകും. ഇത് ഇത്രയും കേട്ടപ്പോ തന്നെ, സ്വപ്നത്തിൽ കേട്ടപ്പോ രാജാവ് ഫുൾ വിയർത്ത് ഈ ജഗന്നാഥ സ്വാമി നല്ല രീതിയിൽ വരട്ടി, നല്ല രീതിയിൽ ശാസിച്ച് വഴക്ക് പറഞ്ഞു. കാരണം രാജാവ് ഇങ്ങനെ കണ്ടിട്ടില്ല ഭഗവാനെ. കാരണം അവിടുത്തെ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ദാസനാണ്, പത്മനാഭദാസൻ എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ദാസൻ. അവർക്ക് ജഗന്നാഥനല്ല, വേറെ ഒന്നുമില്ല. ജഗന്നാഥപുരിയിലേക്ക് പോയി എല്ലാ വീടുകളിലും രണ്ട് കണ്ണിങ്ങനെ കാണാം. എന്താണ്? ജഗന്നാഥ സ്വാമിയാണ്. അവർക്ക് ജഗന്നാഥൻ ഭഗവാനായിട്ട് പോലും അല്ല, അവരുടെ ലൈഫിന്റെ പാർട്ട്, അവരുടെ ഹൃദയത്തിന്റെ പാർട്ട് പോലെ. അവരെല്ലാം ഭയങ്കര ലൈറ്റ് ആണ്. അതുപോലെയാണ് നമ്മുടെ ബന്ധു മോഹന്തി. അങ്ങനെ ഇത് കഴിഞ്ഞു നേരെ വന്നിട്ട് എന്ത് പറ്റി? അതെ, നേരെ വന്ന് രാജാവ് നേരെ അഴിച്ച് മന്ത്രിമാരെല്ലാം വിളിച്ച് എല്ലാവരും ഉണർത്തി ഭയങ്കര മറ്റേ അലാറം മണി അടിച്ച് എല്ലാവരും വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു മന്ത്രി രാജാവ് എല്ലാവരും നേരെ ജയിലിലോട്ട് പോയി എല്ലാവരും മാറ്റി ആ ജയിൽ തുറന്ന് അവരെ എല്ലാവരുടെയും കയ്യിലും കാലിലും കെട്ടഴിച്ച് അവരുടെ അടുത്ത് ഫസ്റ്റ് ചെന്നിട്ട് രാജാവ് പറഞ്ഞത്, അല്ലയോ മഹാഭക്ത, എനിക്ക് അങ്ങയുടെ ദർശനം കിട്ടിയത് തന്നെ എന്റെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ദർശനം കിട്ടിയത്. ബന്ധുമോദി ഞെട്ടി നിൽക്കുകയാണ്, എന്താണെന്ന് മനസ്സിലാവാതെ. ബന്ധുമോദി അടിയെ കൊണ്ട് ചോര ഒലിച്ച് നീരൊക്കെ ആയിട്ട് ഇവിടെ കണ്ണും എല്ലാം നീരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് വന്ന് സാക്ഷാൽ രാജാവ് വന്നിട്ട് ഈ അടി കൊടുത്തവൻ വരെ വന്ന് തറയിൽ വീഴുകയാണ്. അദ്ദേഹത്തിന്റെ കാലിൽ വിഴുത് തൊഴുത് പറയുകയാണ്, അങ്ങയുടെ ദർശനം കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നേരെ പുറത്ത് കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പാദം ഫുൾ കഴുകി അദ്ദേഹത്തിന് അഭിഷേകം ചെയ്ത്, എന്താണ് ഗംഗാജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ഫുൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലം അറേഞ്ച് ചെയ്ത്, എവിടെയാണ്? സൗത്ത് ഗേറ്റിൽ തന്നെ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി അദ്ദേഹത്തിന്റെ മക്കൾക്ക് നല്ല ഡ്രസ്സ് കൊടുത്ത് ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, ഹാപ്പി അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് രാജാവ് പോയത്. അപ്പോ
ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഭഗവാന്റെ ഭക്തവത്സല്യ മൂടാണ്. ഭഗവാൻ എങ്ങനെ ജഗന്നാഥൻ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ ഭക്തന്മാരെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഭഗവാൻ കാണുന്നുണ്ടെന്നാണ്. ഏതൊക്കെ ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ കാണുന്നത് അതേ ഭാവത്തിൽ തന്നെ ജഗന്നാഥ സ്വാമി നമ്മുടെ അടുത്ത് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യും. നമുക്ക് തിരിച്ച് നമ്മുടെ അടുത്ത് തിരിച്ച് സംസാരിക്കും. ഭഗവാൻ നമ്മുടെ അടുത്ത് അതനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത് വരും. എങ്ങനെയാണ് ഈ ബ്രാഹ്മണന്റെ അടുത്ത് ഒരു ബ്രാഹ്മണനായിട്ട് ഭക്ഷണം കൊടുക്കാൻ വന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ട്രബിൾ വന്നപ്പോൾ രാജാവിനെ തന്നെ ഉണർത്തി രാജാവിനെ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യിച്ചത്? അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ഹൂവർ ഹിയർസ് ദ പാസ്റ്റ് ടൈം ഓഫ് ബന്ധു മൊഹന്തി, ആരൊക്കെയാണോ ഈ ബന്ധു മൊഹന്തിയുടെ ഈ പാസ്റ്റ് ടൈം കഥ കേൾക്കുന്നത്, അവർക്ക് എന്താണ്, ദേ വിൽ ബി ഫ്രീ ഫ്രം ദ റിയാക്ഷൻ ഓഫ് ഓൾ സിൻഫുൾ ആക്ടിവിറ്റീസ്. ഈ കഥ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ എന്താണ്, എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ എല്ലാ പാപത്തിൽ നിന്നും രക്ഷ കിട്ടുമെന്നാണ് പറയുന്നത്. ഹി വിൽ അച്ചീവ് സക്സസ്ഫുൾ ഇൻ ഓൾ ഹിസ് അറ്റംപ്റ്റ്സ് ആൻഡ് വിൽ നെവർ സീ യമലോക. ഈ കഥ കേൾക്കുന്നവർക്ക് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അവർ യമലോകത്തിൽ ഒരിക്കലും പറയുന്നില്ല. ദിസ് ഈസ് ദ വെർഡിക്റ്റ് ഓഫ് ഓൾ വേദിക് സ്ക്രിപ്ചർ. ഇതാണ് വേദിക് സ്ക്രിപ്ചറിന്റെ എന്തെന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഭക്തി പുരുഷോത്തമ സ്വാമിയാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് പ്രഭാത് പറഞ്ഞിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടിരിക്കുക. എങ്ങനെ ലൈറ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളും ലീലകളും ഗുണങ്ങളും മനസ്സിലാക്കുക. ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഭഗവാൻ എന്തൊക്കെ സേവ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയകമലങ്ങളിൽ ഭഗവാൻ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈറ്റ് ആവുക. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചക്ര പ്രഭു. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. അതായത് ഈ ഭൂമിക്ക് ഭാരം കൂടുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ട് പ്രഭു, അത് പറഞ്ഞോ എന്തോ ചക്ര പ്രഭു? പറയണം മാജി, മിസ്സായത്. അതായത് എന്താണെന്നറിയാമോ, ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് നുണ പറയുന്നവർ വരുമ്പോഴാന്ന് പറയും. നുണ പറയുന്നവരെ സഹിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അപ്പൊ ഈ നുണ പറയുന്നവരെന്ന് പറയുമ്പോ ഏതിലൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. കള്ളം പറയുന്നവരാണോ അവരെ ഒരിക്കലും ഭൂമിദേവിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ ഈ സ്നേഹത്തിന്റെ ഭാരവും ദ്രോഹത്തിന്റെ ഭാരവും, ദ്രോഹഭാരം അസഹ്യവും സ്നേഹഭാരം ആനന്ദകരവുമാണ്. അതിന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി സ്നേഹഭാരത്തെ പറ്റി വിവരിച്ചിട്ടുണ്ട്. യുവതിയായ ഭാര്യ നിമിത്തം ഭർത്താവിനുള്ള ഭാരം, മടിയിലുള്ള കുഞ്ഞു മൂലം അമ്മയ്ക്കുള്ള ഭാരം, സ്വത്ത് നിമിത്തം ബിസിനസ്സുകാരനുണ്ടാകുന്ന ഭാരം, ഇവയെല്ലാം കനമെന്ന വീക്ഷണത്തിൽ ഭാരങ്ങൾ തന്നെയെങ്കിലും സന്തോഷത്തിന്റെ ഉറവിടങ്ങളാണ്. അതുപോലെയാണ് ഭൂമിദേവിക്ക് എത്ര ഭാരം വന്നാലും ഭക്തന്മാർ കൂടിയ ഭൂമിദേവിക്ക് ഭയങ്കര സന്തോഷമെന്നാണ്. അത് ഇത് 3-ാം സ്കന്ധത്തിൽ വിവരിക്കുന്നതാണ് പ്രഭു. സൂപ്പർ സൂപ്പർ, അടിപൊളി. പറയുമ്പോ ഇത് പറയാലോ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ഇതുപോലെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി പറയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവത്ഗീതയില് പറയുന്നുണ്ടല്ലോ ഒരു ശ്ലോകം. മാതാജി രണ്ടുപേര് സംസാരിക്കുന്നത്. പ്രഭു ഒരാൾ പറയും, ബ്രേക്ക് ആവും. ഹരേ കൃഷ്ണ. ഞാൻ പറയട്ടെ? പറയണം പ്രഭു. അപ്പൊ എനിക്ക് ആ കഥ കേട്ടതിൽ ഒരു ചെറിയ സംശയം വരുന്നു. പ്രഭു പറഞ്ഞു ഭഗവാൻ ഭക്തരെ ഏറ്റവും പെട്ടെന്ന് തന്നെ സഹായിക്കും, ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്നവർ. എന്നാൽ ആ ഇടിയൊക്കെ കൊള്ളുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഭഗവാൻ രക്ഷിച്ചില്ല ആ ഭക്തർ? പ്രഭു, നമ്മൾ ഇതിനു മുന്നേയും കേട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ലെക്ചറിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഭഗവാന് വേണമെങ്കിൽ അദ്ദേഹത്തിന് രക്ഷിക്കാമായിരുന്നു. ഇതേ സിറ്റുവേഷനിൽ ഭഗവാൻ എന്ത് ചെയ്യും, അവരുടെ പെയിൻ എല്ലാം ഭഗവാൻ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ലീല ഭഗവാൻ കാണിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ അവസാനം ഈ കഥയുടെ കൺക്ലൂഷനിൽ മഹാരാജ് പറയുന്നുണ്ടായിരുന്നല്ലോ, വേദിക് വെർഡിക്റ്റ് അനുസരിച്ചിട്ട് പറയുമ്പോൾ ഈ ഭഗവാന്റെ ഈ ലീല കേൾക്കുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ പാപം മാറുന്ന, അവർ തിരിച്ച് യമലോകം പോകാൻ പറ്റുന്നില്ല. നമ്മളെ പോലുള്ള ആളുകൾ ഇത് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട് ഹൃദയം വെച്ചിരുന്ന അദ്ദേഹം, ഭഗവാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം ഈ അടിയടിയെല്ലാം കൊണ്ടു ആ പെയിൻ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈ കഥ ഭഗവാൻ ഇവിടെ ഉണ്ടാവും, നമുക്കുണ്ടാവും. നമുക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് സഹിക്കണം. ഇല്ല, ഭഗവാൻ നമ്മൾ രക്ഷിക്കുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാവുന്ന കഷ്ടതകളും ഈ ദുഃഖങ്ങളും നമ്മളത് മനസ്സിലാക്കി നമുക്കത് ടോളറേറ്റ് ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്കത് തരും. അത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത് പ്രഭു, വേറൊരു ലെക്ചറിൽ കേട്ടപ്പോഴും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
മാതാജി ആരോ ഇടയ്ക്ക് സംസാരിച്ചായിരുന്നു. പ്രഭുജി ഭഗവത്ഗീതയില് അങ്ങാണ്ട് പറയണില്ലേ ഭൂമി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണ പോലെ അങ്ങനെ ഒരു ശ്ലോകത്തില് അതറിയില്ല ഏതാന്ന് എവിടെ വായിച്ചതായിട്ട് ആ ഒരു ഉണ്ട് മാതാജി, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരംഭം. ഗാമാവിശ്യ ഭൂതാനി ധാരാമഹ മോജിസ പുഷ്ണാമയ ചവസതി സർവ സോമഭൂത്വരാസാത്മക. അതായത് ഗാമാവിശ്യ ഭൂതാനി എന്ന് പറയുമ്പോൾ ഐ എൻറ്റർ ഇൻ ടു ഈച്ച് പ്ലാനറ്റ് ആൻഡ് ബൈ മൈ എനർജി ദേ സ്റ്റേ ഇൻ ഓർബിറ്റ്. ഞാൻ ഈ പ്ലാനറ്റിലെല്ലാം എൻറ്റർ ചെയ്യുന്നു, ഞാൻ ഈ ഗ്രഹങ്ങളെല്ലാം ഞാൻ അതിനകത്തോട്ട് വരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് അത് ഈ ഓർബിറ്റിൽ നിൽക്കുന്നതെന്ന് ഭഗവാൻ അതിനകത്ത് പറയുന്നുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി അത് ഏത് ചാപ്റ്റർ ആണെന്നൊന്ന് ആ, പറഞ്ഞു. മാതാജി അത് വന്നിട്ട് 15-ാമത്തെ അധ്യായം നോക്കാം പ്രഭുജി. 13-ാമത്തെ ശ്ലോകം. നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് ഹരേ യു. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ഒരു പ്രഭു ചോദിച്ചില്ലേ, മോന്തി പ്രഭുവിന് അടി കിട്ടണ മുന്നേ എന്തിനു ഭഗവാൻ നിർത്തിയില്ല എന്ന്. അപ്പൊ അതിന് സന്ദർഭത്തിലായിട്ട് ശ്രീമദ് ഭാഗവതം പല സ്ഥലത്തും അവിടെ എന്താ പറയുക, 3rd canto ഇഫ് ഐ എം നോട്ട് റോങ് ഇൻ 30th ചാപ്റ്ററില് നമ്മൾ ഫാൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഫാൻ നമ്മൾ ഇലക്ട്രിസിറ്റിന്ന് സ്വിച്ച് ഓഫ് ആക്കി ഡിസ്കണക്ട് ചെയ്തു, എന്നാലും ഫാൻ സീലിംഗ് ഫാൻ മുകളിൽ എന്തിനാ കറങ്ങിക്കൊണ്ടിരിക്കണത്? നമ്മൾ സ്വിച്ച് ഡിസ്കണക്ട് ചെയ്തു, പവർ ചെയ്ത്, എന്നാലും മുകളിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മോഷനിൽ. അതേമാതിരി ഈ ആചാര്യസുമാര് എല്ലാവരും ഭയങ്കര മുനിമാര് എല്ലാവർക്കും അവരവരെ സമയമാകുമ്പോൾ ദേ ഹാവ് ടു ഫേസ് എ ടഫ് ടൈം. അവർക്ക് അവരൊരു ടഫ് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തിനു ഭഗവാൻ നിർത്തണില്ല എല്ലാവരും? അപ്പൊ പറയാണെച്ചാല് എല്ലാവർക്കും അവരുടെ കർമ്മങ്ങളുണ്ട്, അവരൊരു സമയമുണ്ട്. ഭഗവാൻ മോന്തി ഇതിനെ വന്നിട്ട് മുകളിൽ തലയിൽ കിരീടം ഇട്ട് കൊടുക്കാണ്. രാജാവിന്റെ അടുത്ത് നിന്ന് കിരീടം ഇട്ട് കൊടുക്കുമ്പോ അതിനെല്ലാം പ്യൂരിഫിക്കേഷൻ നടക്കണല്ലോ അവിടെ. ആ സമയത്തല്ലേ ഈ കിരീടം എല്ലാം കിട്ടുള്ളൂ ഭഗവാന്റെ അടുത്തുനിന്ന്. അപ്പൊ ഇത് ഭഗവാൻ അതിനായിട്ട് എല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ കിരീടം എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കർമ്മങ്ങളെല്ലാം ഭഗവാനെല്ലാം അറിയുള്ളൂ. നമ്മളെ കണക്ക് കൂട്ടി എല്ലാം ക്ലോസ് ചെയ്യണല്ലോ ചാപ്റ്റർ. ആ നേരം വരെ അടിയും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പൊ ഇഫ് യു സീ ഓൾ ദ ആചാര്യസ് ഹാസ് ടു ഫേസ് എ ടഫ് ടൈം ഇൻ ദ ലൈഫ്. നമുക്ക് എല്ലാ മഹാരാജുമാരും എല്ലാരും അവരുടെ എല്ലാം ചെയ്തിട്ട് അതേപോലെ തത്തേനു കമ്പം സുസമീക്ഷമാനോ ഭുഞ്ചാനു ഏവാത്മകൃത വിഭാഗം ഋദ്വാവപൂർവിവിധാൻ നമസ്തേ ജീവേ തയോസു മുക്തി. ഇതെന്താണ്? they are waiting for their turn from the legitimate ഫാദറിന്റെ അടുത്ത് നിന്ന്. അവർക്ക് അറിയാം, അവര് വെയിറ്റ് ചെയ്യാണ്. മോണ്ടി ഈ അടി കിട്ടിയിട്ടും വെയിറ്റ് ചെയ്യാണ്, എന്നിട്ട് ലാസ്റ്റ് കിരീടം കിട്ടാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഓൾ അബൌട്ട്. എല്ലാം ഭഗവാനെ അറിയാം. പ്രഭു പറഞ്ഞ മാതിരി എല്ലാം സ്റ്റോറി ഭഗവാന്റെ അടുത്ത് തന്നെ വന്നിട്ട് അവസാനിക്കണം. ദാറ്റ് ഈസ് വാട്ട് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ്. താങ്ക് യു പ്രഭു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സെയിം ഉണ്ട് പ്രഭു. ഭീഷ്മദേവര് വന്നിട്ട് ഭഗവാൻ ഭീഷ്മദേവ് പ്രയറിന് മുന്നേയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡിവോട്ടീസിന്, ഭഗവാന്റെ അത്രയുള്ള ഡിവോട്ടീസ് ഭീഷ്മദേവര് വന്നിട്ട് ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ അമ്പ് കൊണ്ട് ആ പെയിനിൽ കിടന്നിട്ടും അതേ മനസ്സിലാക്കണത് ഭഗവാന്റെ പ്ലാനാണ്, ഭഗവാൻ വരുന്നത്, ഭഗവാനെ കീർത്തിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു ചെയ്യുന്നതാണ്. ആ പെയിനെല്ലാം അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ബ്യൂട്ടിഫുൾ. എക്സാക്ട്ലി ദിസ് ഇസ് വാട്ട് ഈസ് ആൻസർ. താങ്ക് യു. ഹരേ കൃഷ്ണ. വെരി നൈസ് ക്ലാസ്. ഹരേ കൃഷ്ണ. വേറെ കമന്റ്സ് ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റായി, ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു 8:45 11 നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരുപാട് പേർക്ക് ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കും ജോലിക്ക് പോകണം. താങ്ക് യു ചക്രപ്രഭു. വളരെ നല്ല ഗംഭീര മനോഹരമായ ക്ലാസ്സിന് നന്ദി ചക്രപ്രഭു. നല്ല പുതിയ കഥയായിരുന്നു, മനോഹരമായ പുതിയ കഥ. അതുപോലെ തന്നെ മാതാജി ചോദിച്ചപ്പോൾ കറക്റ്റ് ശ്ലോകം കോട്ട് ചെയ്ത ആൻസറും മാതാജി പ്രഭു പറഞ്ഞു. പ്രഭു പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ രാധാ ദാമോദർ പ്രഭു നൽകിയതും ഗംഭീരമായിരുന്നു, നന്നായി. താങ്ക് യു പ്രഭു. വൃന്ദാവനശ്രീ മാതാജി പറഞ്ഞ അതും വളരെ നന്നായിരുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഓൾ. വഞ്ചാകൽപതരു വിശുകൃപാസിന്ധു ഭേവച പ്രദാനം. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Krishna.